മജ്ജ്ഹിമനികായ 26 പാശരാശിസൂത്ത. പാശരാശി എന്നാൽ പാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയർ അല്ലെങ്കിൽ കെണി എന്നെല്ലാം അർത്ഥം. രാശി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടം. അപ്പോൾ കെണികളുടെ കൂട്ടം എന്നൊക്കെയാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം. നമ്മളെല്ലാവരും തന്നെ ജനനം, വാർദ്ധക്യം, രോഗം, മരണം തുടങ്ങിയ ധർമ്മങ്ങൾ ഉള്ളവരാണ്. അങ്ങനെയുള്ള നമ്മൾ തന്നെ തേടുന്നത് ഇതേപോലെ തന്നെ ജന്മം, ജര, വ്യാധി, മരണം തുടങ്ങിയ കാര്യങ്ങളുള്ള ധർമ്മങ്ങളുള്ള വ്യക്തികളെയാണ്. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജരാധർമ്മമോ വ്യാധിധർമ്മമോ മരണധർമ്മമോ ഇല്ലാത്ത ആ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള നിർവ്വാണത്തിനെ അന്വേഷിക്കാനാണ് ഭഗവാൻ ബുദ്ധൻ നമ്മളോട് ഈ സൂത്രത്തിൽ പറയുന്നത്. ഞാൻ ഇപ്രകാരം കേട്ടു. ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ചേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ രാവിലെ തൻ്റെ വസ്ത്രം അണിഞ്ഞ് ഭിക്ഷാപാത്രവും എടുത്ത് ശ്രാവസ്തിയിൽ ഭിക്ഷാടനത്തിനായിട്ട് പുറപ്പെട്ടു. ആ സമയത്ത് കുറച്ചധികം ഭിക്ഷുക്കൾ ആയുഷ്മാൻ ആനന്ദൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തെ ആനന്ദ, ഞങ്ങൾ ഒരുപാട് ദിവസമായി ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും ധർമ്മകഥ കേട്ടിട്ട്, ഭഗവാനിൽ നിന്ന് ധർമ്മകഥ കേൾക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ നന്നായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ആനന്ദൻ ആ ഭിക്ഷുക്കളോട് പറഞ്ഞു: വളരെ നന്നായി ഭിക്ഷുക്കളെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ രമ്മക ബ്രാഹ്മണൻ്റെ ആശ്രമത്തിലേക്ക് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് ഒരു ധർമ്മകഥ ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് കരുതുന്നു. ശരി സുഹൃത്തെ എന്ന് ആ ഭിക്ഷുക്കൾ ആനന്ദനോട് പറഞ്ഞു. ഭിക്ഷാടനത്തിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭഗവാൻ ആനന്ദനോട് ഇപ്രകാരം പറഞ്ഞു: ആനന്ദ, നമ്മൾ ഇന്ന് മികാരമാതാവിൻ്റെ കിഴക്ക് വശത്തുള്ള ആശ്രമത്തിൽ പോയിട്ട് ദിനത്തിലെ ധ്യാനം നടത്താം. ശരി ബന്ദേ എന്ന് ആനന്ദൻ പ്രത്യുത്തരം കൊടുത്തു. അപ്പോൾ ബുദ്ധൻ ആനന്ദനും ഒത്ത് ആ കിഴക്കുള്ള ആശ്രമത്തിലേക്ക് പോയി. സായാഹ്ന സമയം ആയപ്പോൾ ആ ധ്യാനത്തിൽ നിന്ന് ബുദ്ധൻ ഉണർന്നു. ഉണർന്നതിന് ശേഷം ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു: ആനന്ദ, വരൂ, നമ്മൾ കിഴക്കുള്ള ഗേറ്റിൽ പോയിട്ട് കുളിക്കാം. ശരി ബന്ദേ എന്ന് ആനന്ദൻ പ്രത്യുത്തരം കൊടുത്തു. അപ്പോൾ ബുദ്ധൻ ആനന്ദനും ഒത്ത് കിഴക്കേ ഗേറ്റിൽ കുളിക്കാനായിട്ട് പോയി. ഭഗവാൻ ഈസ്റ്റേൺ ഗേറ്റിൽ കുളിച്ചതിന് ശേഷം ഒരു വസ്ത്രത്തിന് മുകളിൽ നിന്ന് തൻ്റെ ശരീരം ഉണക്കുകയായിരുന്നു. ആ സമയത്ത് ആനന്ദൻ ബുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, രമ്മക ബ്രാഹ്മണൻ്റെ ആശ്രമം വളരെ അടുത്താണ്. രമ്മക ബ്രാഹ്മണൻ്റെ ആശ്രമം വളരെ രമണീയമാണ്, സുന്ദരമാണ്, വളരെയധികം ഭംഗിയുള്ളതാണ് ആ ആശ്രമം. ബന്ദേ, അനുകമ്പയാൽ ആ ആശ്രമം സന്ദർശിച്ചാലും. അപ്പോൾ ഭഗവാൻ മൗനമായിരുന്ന് അതിന് സമ്മതിച്ചു. ഭഗവാൻ രമ്മകൻ്റെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് വളരെയധികം ഭിക്ഷുക്കൾ ആ ആശ്രമത്തിൽ ഇരുന്ന് ധർമ്മത്തെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ ബുദ്ധൻ ആശ്രമവാതിൽക്കൽ കാത്തുനിന്നു. അവരുടെ സംഭാഷണം തീരാനായിട്ട് കാത്തുനിന്നു. ആ സംസാരം നിന്നു എന്ന് ബുദ്ധന് ബോധ്യമായപ്പോൾ ത്രോട്ട് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം അദ്ദേഹം വാതിലിൻ്റെ വിജാഗിരി കൊണ്ട് മുട്ടി ശബ്ദമുണ്ടാക്കി. അപ്പോൾ ആ ഭിക്ഷുക്കൾ ബുദ്ധന് വേണ്ടി വാതിൽ തുറന്നു. അപ്പോൾ ഭഗവാൻ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അദ്ദേഹത്തിന് വേണ്ടി വിരിച്ചു വച്ചിരിക്കുന്ന ആസനത്തിലിരുന്നു. എന്നിട്ട് ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്? ഏത് സംസാരമാണ് പൂർത്തിയാകാതെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നത്? ബന്ദേ, ഞങ്ങളുടെ പൂർത്തിയാകാത്ത സംസാരം ഭഗവാനെ പറ്റി തന്നെ ആയിരുന്നു. ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മത്തെപ്പറ്റിയായിരുന്നു. ആ സമയത്താണ് ഭഗവാൻ വന്നത്. വളരെ നല്ലത് ഭിക്ഷുക്കളെ. നിങ്ങളെപ്പോലെയുള്ള കുലപുത്രന്മാർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസി ആയത്, അതേപോലെ തന്നെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ധർമ്മത്തെപ്പറ്റി സംസാരിക്കുന്നത്, ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ
ഒരുമിച്ച് ഇരിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ ഒരെണ്ണം നിങ്ങൾ ചെയ്യണം. ഒന്നുകിൽ ധർമ്മത്തിൻ്റെ കഥ പറയണം, അല്ലെങ്കിൽ ആര്യമൗനം പാലിക്കണം. ഇവിടെ ആര്യമൗനം എന്ന് പറയുന്ന സമയത്ത് വെറും മൗനമല്ല, ധ്യാനമാണ് ഉദ്ദേശിക്കുന്നത്. മൗനമായിട്ട് സാധന ചെയ്യാനാണ് ബുദ്ധൻ പറയുന്നത്. ദ്വൈമ ഭിക്ഷവേ പരിയേസന. ഭിക്ഷുക്കളെ, അന്വേഷണം രണ്ട് തരത്തിലുണ്ട്. അരിയാച്ച പരിയേസന, അനരിയാച്ച പരിയേസന. ആര്യന്മാരുടെ അന്വേഷണം, അനാര്യന്മാരുടെ അന്വേഷണം. ഇവിടെ ആര്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി ലഭിച്ചവർ എന്നാണ് അർത്ഥം. അനാര്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി ലഭിക്കാത്ത ഒരു സാധാരണ വ്യക്തി. ആ സാധാരണ വ്യക്തിയെ പൊതുജനം എന്നാണ് സാധാരണയായിട്ട് അന്നത്തെ ഭാഷയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയുടെയും അതേപോലെ തന്നെ മുക്തി ലഭിച്ച ഒരു വ്യക്തിയുടെയും രണ്ടുപേരും തമ്മിലുള്ള അന്വേഷണത്തിൻ്റെ വ്യത്യാസം എന്താണ്? അതിൽ ആദ്യം ഭഗവാൻ അനാര്യൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അന്വേഷണത്തെപ്പറ്റി പറയുകയാണ്. ഭിക്ഷുക്കളെ, എന്താണ് അനരിയ പരിയേസന അല്ലെങ്കിൽ അനാര്യന്മാരുടെ അന്വേഷണം എന്താണ്? ഒരു വ്യക്തി ജനനധർമ്മം ഉള്ളവനാണ്. അവൻ ജനനധർമ്മമുള്ള ഒന്നിനെ തന്നെ അന്വേഷിക്കുന്നു. അവർ സ്വയം ജരാധർമ്മം, വ്യാധിധർമ്മം, മരണധർമ്മം, ശോകധർമ്മം, കളങ്കിതധർമ്മം ഉള്ളവരാണ്. അവർ അതേപോലെ തന്നെ ജരാധർമ്മം, വ്യാധിധർമ്മം, മരണധർമ്മം, ശോകധർമ്മം, കളങ്കിതധർമ്മം ഉള്ള ഒരു വസ്തുവിനെ തന്നെ അന്വേഷിക്കുന്നു. ഇവിടെ കളങ്കിത ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കളങ്കിതം ആകാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ രാഗദ്വേഷ മോഹങ്ങളാൽ നമ്മളുടെ ചിത്തം കളങ്കിതമാകും. അതുകൊണ്ടാണ് കളങ്കിത ധർമ്മം എന്ന് പറയുന്നത്. അതായത് സ്വയം ജാതി, ജര, വ്യാധി, മരണം, ശോക് തുടങ്ങിയ ധർമ്മങ്ങളുള്ളൊരു വ്യക്തി, തുടങ്ങിയ കാര്യങ്ങളുള്ള വ്യക്തി അതേ കാര്യങ്ങളുള്ള മറ്റൊരു വസ്തുവിനെയാണ് തിരയുന്നത്, അന്വേഷിക്കുന്നത്. ഇനി ആ ഓരോന്നിനെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുകയാണ്. കിഞ്ച ഭിക്കവേ ജാതിധർമ്മം വധേത. ഭിക്ഷുക്കളെ, ഏതിനെയാണ് ജാതിധർമ്മം അല്ലെങ്കിൽ ജനനധർമ്മം എന്ന് പറയുന്നത്? ഭാര്യ, പുത്രൻ, ദാസൻ, ദാസി, ആടുകൾ, ചെമ്മരിയാടുകൾ, കോഴികൾ, പന്നികൾ, ആനകൾ, പശുക്കൾ, സ്വർണം, ധനം, ഇവയെല്ലാം ജനനധർമ്മമുള്ളതാണ്. ജാതിധമ്മ ഹേതൈ ഭിക്കവേ ഉപാദായോ. ഇവയിലുള്ള ആസക്തി അതും ജനനധർമ്മമുള്ളതാണ്. ഇവയാൽ ബന്ധിതനായിരിക്കുന്ന, മോഹിതനായിരിക്കുന്ന, ആസക്തനായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി സ്വയം ജാതിധർമ്മം ഉള്ള ഒരു വ്യക്തിയാണ്. ജാതിധർമ്മമുള്ള ഒരു വസ്തുവിനെ തന്നെയാണ് ആ വ്യക്തി അന്വേഷിക്കുന്നത്. ഒരു വ്യക്തി ജനനധർമ്മമുള്ള ഒരു വ്യക്തിയാണ്. അതേ വ്യക്തി ജനനധർമ്മമുള്ള സ്വന്തം ഭാര്യയെ, പുത്രന്മാരെ, ദാസന്മാരെ, ദാസിമാരെ, പിന്നെ തൻ്റെ തന്നെ സ്വത്തായിട്ടുള്ള പശുക്കളെ, പന്നികളെ, ആനകളെ, ആടുകളെ എല്ലാം അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. കിഞ്ച ഭിക്കവേ ജരാധർമ്മം വധേത. ഭിക്ഷുക്കളെ, ഏതിനെയാണ് ജരാധർമ്മം അല്ലെങ്കിൽ വാർദ്ധക്യധർമ്മം ഉള്ളത് എന്ന് പറയുന്നത്? ഭാര്യ, പുത്രന്മാർ, ദാസൻ, ദാസിമാർ, ആട്, ചെമ്മരിയാട്, കോഴി, പന്നി, ആനകൾ, പശുക്കൾ, സ്വർണം, ധനം, ഇവയെല്ലാം ജരാധർമ്മം ഉള്ളതാണ്. ഈ പറഞ്ഞ മൃഗങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെ സമ്പത്തായിട്ടായിരുന്നു ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. ഇതിനോടുള്ള ആസക്തിയും അതേപോലെ തന്നെ ജരാധർമ്മം അല്ലെങ്കിൽ വാർദ്ധക്യധർമ്മം ഉള്ളതാണ്. സ്വയം ജരാധർമ്മമുള്ള ഒരു വ്യക്തി, ഇവയാൽ ആ വ്യക്തി സ്വയം ബന്ധിതനാണ്, മോഹിതനാണ്, അതിൽ ആസക്തനാണ്. ആ വ്യക്തി ജരാധർമ്മമുള്ള ഒരു വസ്തുവിനെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അതായത് ഈ മേൽപ്പറഞ്ഞ വസ്തുക്കൾ എല്ലാം ജരാധർമ്മമുള്ളതാണ്. അപ്പോൾ സ്വയം ഒരു വ്യക്തി വയസ്സാകും. ആ വ്യക്തി വയസ്സാകുന്ന വസ്തുക്കളെ തന്നെയാണ് അന്വേഷിക്കുന്നത്. ഇതാണ് ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന അന്വേഷണം. കിഞ്ച ഭിക്കവേ വ്യാധിധർമ്മം വധേത. ഭിക്ഷുക്കളെ, ഏതിനെയാണ് വ്യാധിധർമ്മം എന്ന് പറയുന്നത്? ഭാര്യ,
പുത്രന്മാർ, ദാസൻ, ദാസി, ആട്, ചെമ്മരിയാട്, കോഴികൾ, പന്നികൾ, ആനകൾ, പശുക്കൾ ഇവയെല്ലാം വ്യാധിധർമ്മം ഉള്ളതാണ്. ഭിക്ഷുക്കളെ, ഇവയോടുള്ള ആസക്തി അതും വ്യാധിധർമ്മം ഉള്ളത് തന്നെയാണ്. വ്യാധിധർമ്മമുള്ള ഒരു വ്യക്തി അവൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളാൽ ബന്ധിതനാണ്, മോഹിതനാണ്, ആസക്തനാണ്. അതിനാൽ വ്യാധിധർമ്മമുള്ള വസ്തുക്കളെ തന്നെയാണ് ആ വ്യക്തി അന്വേഷിക്കുന്നത്. കിഞ്ചപിക്കവേ മരണധർമ്മം വദേത്. ഭിക്ഷുക്കളെ, ഏതിനെയാണ് മരണധർമ്മം ഉള്ളത് എന്ന് പറയുന്നത്? ഭാര്യ, പുത്രന്മാർ, ദാസൻ, ദാസി, ആട്, ചെമ്മരിയാട്, കോഴികൾ, പന്നികൾ, ആനകൾ, പശുക്കൾ ഇവയെല്ലാം മരണധർമ്മം ഉള്ളതാണ്. ഇവയോടുള്ള ആസക്തിയും മരണധർമ്മം ഉള്ളതാണ്. മരണധർമ്മമുള്ള ഒരു വ്യക്തി ആ വ്യക്തി ഇവയാൽ ബന്ധിതമാണ്, മോഹിതനാണ്, ആസക്തനാണ്. മരണധർമ്മമുള്ള അതേ വസ്തുക്കളെയാണ് ഈ സ്വയം മരണധർമ്മമുള്ള വ്യക്തി അന്വേഷിക്കുന്നത്. കിഞ്ചപിക്കവേ ശോകധർമ്മം വദേത്. ഭിക്ഷുക്കളെ, ഏതിനെയാണ് ശോകധർമ്മം എന്ന് പറയുന്നത്? ഭാര്യ, കുട്ടികൾ, ദാസൻ, ദാസികൾ, ആട്, ചെമ്മരിയാട്, പന്നികൾ, കോഴികൾ, ആനകൾ, പശുക്കൾ ഇവയെല്ലാം ശോകത്തിന് കാരണമാണ്. അവയോടുള്ള ആസക്തിയും ശോകത്തിന് കാരണമാണ്. ശോകധർമ്മമുള്ള ഒരു വ്യക്തി ഇവയാൽ ബന്ധിതനാണ്, മോഹിതനാണ്, ആസക്തനാണ്. ആ വ്യക്തി ശോകധർമ്മമുള്ള ഒരു വസ്തുവിനെ തന്നെയാണ് അന്വേഷിക്കുന്നത്. കിഞ്ചപിക്കവേ സങ്കിളേശധമ്മം വദേത. ഭിക്ഷുക്കളെ, ഏതിനെയാണ് കളങ്കിതധർമ്മം ഉള്ളത് എന്ന് പറയുന്നത്? കളങ്കിതധർമ്മം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്തം കളങ്കിതമാകും. രാഗദ്വേഷ മോഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കളങ്കിതമാകും. അതുകൊണ്ടാണ് അതിനെ കളങ്കിത ധർമ്മം എന്ന് പറയുന്നത്. ഭാര്യ, പുത്രന്മാർ, ദാസന്മാർ, ദാസിമാർ, ആടുകൾ, ചെമ്മരിയാടുകൾ, കോഴികൾ, പന്നികൾ, ആനകൾ, പശുക്കൾ, സ്വർണം, ധനം ഇവയെല്ലാം തന്നെ കളങ്കിത ധർമ്മം ഉള്ളതാണ്. ഇവയിലുള്ള ആസക്തിയും അതേപോലെ തന്നെ കളങ്കിത ധർമ്മം ഉള്ളതാണ്. കളങ്കിത ധർമ്മമുള്ള ഒരു വ്യക്തി ആ വ്യക്തി മേൽപ്പറഞ്ഞവയിൽ ബന്ധിതനാണ്, ആസക്തനാണ്, മോഹിതനാണ്. ആ വ്യക്തി കളങ്കധർമ്മമുള്ളതിനെ തന്നെയാണ് അന്വേഷിക്കുന്നത്. ഭിക്ഷുക്കളെ, ഇതിനെയാണ് അനാര്യ പരിയേസന അല്ലെങ്കിൽ അനാര്യന്മാരുടെ അന്വേഷണം എന്ന് പറയുന്നത്. അനാര്യർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തികൾ എന്നാണ് അർത്ഥം. കഥമാച്ച ഭിക്കവേ അരിയാ പരിയേസന. ഭിക്ഷുക്കളെ, ആര്യന്മാരുടെ അന്വേഷണം എന്താണ്? ആര്യന്മാർ എന്ന് പറഞ്ഞാൽ മുക്തി കിട്ടിയവർ എന്നൊക്കെയാണ് അർത്ഥം. ആര്യന്മാരുടെ അന്വേഷണം ഇങ്ങനെയാണ്. ഒരു വ്യക്തി സ്വയം ജാതിധർമ്മം ഉള്ളവനാണ്. ഈ ജാതിധർമ്മത്തെപ്പറ്റി, അതിൻ്റെ ഭയത്തെപ്പറ്റി ആ വ്യക്തി നല്ല പോലെ ബോധവാനാണ്. അപ്പോൾ ആ വ്യക്തി ജാതിധർമ്മം ഇല്ലാത്ത ഒരു വസ്തുവിനെയായിരിക്കും അന്വേഷിക്കുന്നത്. ആ വസ്തു അനുത്തരം യോഗക്ഷേമം നിബ്ബാണം. ആ വസ്തു ഏറ്റവും ഉത്തമമായിട്ടുള്ള യോഗക്ഷേമമായിട്ടുള്ള നിർവ്വാണം തന്നെ ആണ്. ആ ആര്യന്മാർ സ്വയം ജരാധർമ്മം, വ്യാധിധർമ്മം, മരണധർമ്മം, ശോകധർമ്മം, കളങ്കിത ധർമ്മം ഉള്ളവരാണ്. ഈ കാര്യങ്ങളുടെ ഭയം അല്ലെങ്കിൽ കമ്മി അവർക്ക് നല്ലപോലെ അറിയാം. അതിനാൽ അവർ ജരാധർമ്മം, വ്യാധിധർമ്മം, മരണധർമ്മം, ശോകധർമ്മം, കളങ്കിതധർമ്മം ഇവയില്ലാത്ത ആ അനുത്തരം യോഗക്ഷേമം, നിർവ്വാണത്തെ അന്വേഷിക്കുന്നു. അയം ഭിക്കവേ അരിയാ പരിയേസന. ഭിക്ഷുക്കളെ, ഇതിനെയാണ് ആര്യന്മാരുടെ അന്വേഷണം എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, എനിക്ക് സംബോധി ലഭിക്കുന്നതിന് മുൻപ് സംബോധിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു ബോധിസത്വൻ ആയിരുന്ന സമയത്ത് ഞാനും ജാതിധർമ്മമുള്ള ഒരു വ്യക്തിയായിരുന്നു. ജാതിധർമ്മമുള്ള വസ്തുക്കളെ തന്നെയായിരുന്നു ഞാനും അന്വേഷിച്ചുകൊണ്ടിരുന്നത്.
ഞാനും അതേപോലെ തന്നെ ജര, വ്യാധി, ശോകം, മരണം, കളങ്കിത ധർമ്മം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതേ ധർമ്മങ്ങളുള്ള വസ്തുക്കളെയാണ് ഞാനും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. എന്തുകൊണ്ടാണ് ഞാൻ സ്വയം ജാതിധർമ്മമുള്ളവനാണ്, ജരാധർമ്മമുള്ളവനാണ്, വ്യാധിധർമ്മം ഉള്ളവനാണ്, ശോകധർമ്മം ഉള്ളവനാണ്, മരണധർമ്മം ഉള്ള ഒരു വ്യക്തിയാണ്, കളങ്കിത ധർമ്മമുള്ള ഒരു വ്യക്തിയാണ്. ഇതേ ധർമ്മങ്ങളുള്ള മറ്റൊരു വസ്തുവിനെ ഞാൻ എന്തിനാണ് അന്വേഷിക്കുന്നത്? എന്തുകൊണ്ട് ഞാൻ ജാതിധർമ്മമില്ലാത്ത, മരണധർമ്മമില്ലാത്ത, വ്യാധിധർമ്മമില്ലാത്ത, ജരാധർമ്മമില്ലാത്ത, ശോകധർമ്മമില്ലാത്ത, കളങ്കിത ധർമ്മമില്ലാത്ത ആ അനുത്തര യോഗക്ഷേമമായിട്ടുള്ള നിബ്ബാണത്തെ ഞാൻ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? നിബ്ബാണം എന്ന് കഴിഞ്ഞാൽ നിത്യമായിട്ടുള്ള, ശാശ്വതമായിട്ടുള്ള, ധ്രുവമായിട്ടുള്ള, എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും ജനിക്കാത്ത, ഒരിക്കലും മരിക്കാത്ത അവസ്ഥയാണ് നിർവ്വാണം എന്ന് പറയുന്നത്. അവിടെ ഒന്നും തന്നെ ജനിക്കുന്നില്ല, ഒന്നും തന്നെ മരിക്കുന്നില്ല. അതിനാൽ അവിടെ കാലമില്ല. സമയത്തിനും കാലത്തിനും അതീതമായിട്ടുള്ള ഒരു കാര്യമാണ് നിർവ്വാണം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഉയർന്ന യോഗക്ഷേമം. അതായത് ഒരു വ്യക്തിക്ക് ലോകത്തിൽ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ യോഗം അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്ഷേമം എന്ന് പറയുന്നത് നിബ്ബാണം തന്നെയാണ്. ഒരു ഉപദേശത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വ്യക്തി ഈ സർവ്വലോകത്തിൻ്റെയും ചക്രവർത്തിയായി, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോയി, അല്ലെങ്കിൽ ആഗ്രഹിച്ചതൊക്കെ ആ വ്യക്തി നേടി. പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഒരു ശ്രോതാപന്നൻ്റെ ഉപലബ്ധി. സോതാപന്നൻ എന്ന് പറയുന്നത് മുക്തിയുടെ ആദ്യത്തെ അവസ്ഥ നേടിയ ആ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ നേട്ടം എന്ന് പറയുന്നത് ഒരു ചക്രവർത്തിയാകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നേടുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് എന്നാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് അനുത്തര യോഗക്ഷേമമായിട്ടുള്ള നിബ്ബാണത്തിൻ്റെ മഹത്വം. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പിന്നീട് നമ്മൾ ജനിക്കുകയോ മരിക്കുകയോ, അതേപോലെ തന്നെ ജര, മരണം, വാർദ്ധക്യം ഇവയൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ എന്നേക്കുമായിട്ട് ഇവയിൽ നിന്ന് മുക്തരാകും. അതാണ് മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം, നിബ്ബാണം. അതിനുശേഷം കുറേ സമയങ്ങൾക്ക് ശേഷം ഞാൻ യുവാവായിരിക്കുന്ന സമയത്ത്, യുവത്വത്തിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന സമയത്ത്, ആ സമയത്ത് എൻ്റെ മുടി മുഴുവൻ കറുത്ത നിറമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ തലയിലെയും താടിയിലെയും രോമങ്ങൾ എല്ലാം വടിച്ചു കളഞ്ഞിട്ട് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഞാൻ സന്യാസിയായി. ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കരഞ്ഞു. കണ്ണീരൊഴുകുന്ന മുഖമായിരുന്നു അവരുടേത്. അവർ ഇത് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാലും ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ആ യുവത്വത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ സന്യാസിയായി. അങ്ങനെ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസി ആയതിന് ശേഷം ഞാൻ കുശലകരമായിട്ടുള്ളത് അല്ലെങ്കിൽ പുണ്യകരമായിട്ടുള്ളത് എന്താണ് എന്ന് അന്വേഷിക്കാൻ പുറപ്പെട്ടു. പരമമായിട്ടുള്ള ശാന്തി എവിടെ കിട്ടും എന്ന് അന്വേഷിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ ഞാൻ ആലാര കലാമൻ്റെ അടുത്തെത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ കാലാമ, ഞാൻ താങ്കളുടെ ധർമ്മവിനയത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. ധർമ്മവിനയം എന്ന് പറയുമ്പോൾ ആ ധർമ്മം, ആ ടീച്ചിങ്, വിനയം എന്ന് പറയുന്നത് ആ ധർമ്മത്തിന് യോജിച്ച നിയമങ്ങൾ, അതിനെയാണ് ധർമ്മവിനയം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബുദ്ധൻ്റെ ധർമ്മത്തിൽ ശീലം എന്ന് പറയുന്നത് ഒരു വിനയമാണ്, അല്ലെങ്കിൽ റൂൾസാണ്. ബ്രഹ്മചര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മാചരണം എന്നാണ്. അതായത് ബ്രഹ്മത്തിൻ്റെ പാതയിലൂടെ പോകുക, അല്ലെങ്കിൽ മുക്തിയുടെ സാധനയിൽ രമിക്കുക. ഇതിനെയൊക്കെയാണ് ബ്രഹ്മചര്യം എന്ന വാക്കുകൊണ്ട് ആ സമയത്ത് ഉദ്ദേശിച്ചിരുന്നത്. ആലാര കലാമൻ ഇങ്ങനെ പ്രത്യുത്തരം പറഞ്ഞു, ആയുഷ്മാൻ, താങ്കൾക്ക് ഈ ആധ്യാത്മിക ജീവിതം അല്ലെങ്കിൽ ബ്രഹ്മചര്യം നയിക്കാവുന്നതാണ്. ഈ ധർമ്മം ഇങ്ങനെയുള്ളതാണ്. പ്രജ്ഞയുള്ള ഒരു വ്യക്തി സ്വന്തം അനുഭവത്താൽ വളരെ പെട്ടെന്ന് ആ സത്യത്തെ അനുഭവിക്കും, മനസ്സിലാക്കും. അതിനുശേഷം
അത് അനുഭവിച്ചതിന് ശേഷം ആ വ്യക്തി ജീവിക്കും. അതായത് ജീവിക്കുമ്പോൾ തന്നെ ഈ ധർമ്മം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുത്താം എന്നാണ് പറയുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ആ ധർമ്മത്തെ മനഃപ്പാഠമാക്കി. ആ സമയത്ത് വായ്മൊഴിയായിട്ടാണ് ധർമ്മം പകർന്നിരുന്നത്. അതിനാൽ അവരുടെ പാരായണത്തെ പരിപൂർണമായിട്ട് ഞാൻ ഹൃദയസ്ഥനാക്കി. ആ തേരാവാദ ധർമ്മത്തെപ്പറ്റി എനിക്ക് സംസാരിക്കാനും സാധിക്കും. ഞാനും സ്വയം അറിഞ്ഞു, അതിനെ കണ്ടു എന്ന് അവകാശപ്പെട്ടു. മറ്റുള്ളവരും അങ്ങനെ തന്നെ അവകാശപ്പെട്ടു. അതായത് ബുദ്ധൻ അതിൻ്റെ തിയറി അല്ലെങ്കിൽ അതിൻ്റെ മനഃപ്പാഠമാക്കി. അതിനുശേഷം ബുദ്ധൻ പറഞ്ഞു, ഞാനതിനെ കണ്ടു അറിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ അത് വെറും ശ്രുതമയ പ്രജ്ഞ അല്ലെങ്കിൽ ചിന്താമയ പ്രജ്ഞ ആയിരുന്നു. അതായത് കേട്ട അറിവ് ചിന്തിച്ച അറിവായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ്. ഈ ചിന്തിച്ച അറിവുകൊണ്ട് ഞാൻ കണ്ടു മനസ്സിലാക്കി എന്നാണ് മറ്റുള്ളവരും വിചാരിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നു. ആലാര കലാമൻ വെറും ശ്രദ്ധ കൊണ്ട് മാത്രമല്ല ഇങ്ങനെ പ്രഖ്യാപിച്ചത്. ഞാൻ ഈ ധർമ്മത്തെ എൻ്റെ സ്വന്തം ദർശനത്താൽ ആണ് സാക്ഷാത്കരിച്ചത്. അത് നേടിയതിനു ശേഷമാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ധ്യാനിച്ചിരിക്കാം, എന്നിട്ട് ആ ധർമ്മത്തെ അറിഞ്ഞിരിക്കാം, കണ്ടിരിക്കാം. അതിനാൽ ഞാൻ ആലാര കലാമൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ കലാമ, ഏത് തലം വരെ പോയിട്ടാണ് താങ്കൾ ഈ ധർമ്മത്തെ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിയത്? ഞാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അദ്ദേഹം അകിഞ്ചനായതനം എന്ന അവസ്ഥയെപ്പറ്റി പറഞ്ഞു. അകിഞ്ചനായതൻ എന്ന് പറയുന്നത് ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ 7ാമത്തെ അവസ്ഥയാണ്. അതായത് ഒന്നും ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ. പണ്ടുകാലത്ത് 8 തരത്തിലുള്ള ധ്യാനങ്ങളുണ്ടായിരുന്നു. അതിൽ 7ാമത്തെ ധ്യാനത്തിൻ്റെ അവസ്ഥയായിരുന്നു ഈ അകിഞ്ചനം എന്ന് പറയുന്ന അവസ്ഥ. അതാണ് ആലാര കലാമൻ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ആലാര കലാമന് മാത്രമല്ല ശ്രദ്ധയുള്ളത്, എനിക്കും ശ്രദ്ധയുണ്ട്. ശ്രദ്ധ എന്ന് പറയുന്ന സമയത്ത് വിശ്വാസം എന്നാണ് അർത്ഥം. ആലാര കലാമന് മാത്രമല്ല വീര്യമുള്ളത്, എനിക്കും വീര്യമുണ്ട്. ആലാര കലാമന് മാത്രമല്ല സതി അല്ലെങ്കിൽ ഈ സമയത്തുള്ള ജാഗ്രതയുള്ളത്, എനിക്കും സതിയുണ്ട്. ആലാര കലാമന് മാത്രമല്ല സമാധിയുള്ളത്, എനിക്കും സമാധിയുണ്ട്. ആലാര കലാമന് മാത്രമല്ല പ്രജ്ഞ അറിവുള്ളത്, എനിക്കും പ്രജ്ഞയുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഈ സത്യത്തെ അറിയാൻ പ്രയത്നം ചെയ്യുന്നില്ല? അതേ സത്യമാണ് ആലാര കലാമൻ സ്വന്തം ഉള്ളിൽ ദർശിച്ച് മനസ്സിലാക്കിയത്. നേരത്തെ ഈ ധർമ്മത്തെപ്പറ്റി ബുദ്ധൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ട അറിവും ചിന്തിച്ച അറിവും ആണ്. ഇവിടെ അനുഭവിച്ച അറിവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ട് ഞാനും എൻ്റെ പരിശ്രമത്താൽ ആ അവസ്ഥയെ സ്വന്തം ഉള്ളിൽ സാക്ഷാത്കരിച്ചുകൂടാ? അപ്പോൾ ആ ധർമ്മത്തെ ഞാൻ സ്വന്തം ഉള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിച്ചു. സാക്ഷാത്കരിച്ചതിന് ശേഷം ഞാൻ വിഹരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ആലാര കലാമിൻ്റെ അടുത്ത് പോയിട്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ കാലാമ, ഈ അവസ്ഥ വരെയാണോ താങ്കൾ മുന്നേറി താങ്കൾക്ക് അനുഭവം ഉണ്ടായത്? ഈ അവസ്ഥയാണോ താങ്കൾ നേടി എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അതേ സുഹൃത്തെ ആയുഷ്മാൻ, ഞാനും ഈ ധർമ്മത്തെ ഇതേ അവസ്ഥ വരെയാണ് അനുഭവിച്ചത്, സ്വന്തം അനുഭവത്താൽ അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ആലാര കലാമൻ പറഞ്ഞു, നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ് മിത്രമേ, വളരെ ഭാഗ്യവാന്മാരാണ്. ഞങ്ങളുടെ സഹബ്രഹ്മചാരിയായിട്ട് താങ്കളെ കാണുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഏതൊരു ധർമ്മം ഞാൻ സ്വന്തം അനുഭവത്താൽ അറിഞ്ഞിട്ട് അതിനെ പ്രഖ്യാപിച്ചുവോ, അറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞുവോ, അതേ ധർമ്മം താങ്കളും താങ്കളുടെ സ്വയദർശനത്താൽ അറിഞ്ഞു. അതിനെ അറിഞ്ഞതിന് ശേഷം താങ്കൾ അതിൽ വിഹരിക്കുന്നു. ഈ ധർമ്മത്തെ താങ്കൾ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കി, അതിനെ നേടി.
അതേ ധർമ്മത്തെ ഞാനും എൻ്റെ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കി അതിനെ നേടി. എനിക്കറിയുന്ന ധർമ്മം താങ്കൾക്കും അറിയാം. താങ്കൾക്കറിയുന്ന ധർമ്മം എനിക്കും അറിയാം. ഞാൻ താങ്കളെപ്പോലെയാണ്, താങ്കൾ എന്നെപ്പോലെയാണ്. മിത്രമേ, വരൂ, നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി ഈ സമൂഹത്തിന് നേതൃത്വം നൽകാം. അതായത് അലാര കലാമൻ ബുദ്ധനോട് ആ ധർമ്മത്തിൻ്റെ ടീച്ചറാകാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് രണ്ടുപേരും കൂടി ആ സമൂഹത്തെ പഠിപ്പിക്കാം എന്ന് അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു. ഇങ്ങനെയാണ് എൻ്റെ ശാസ്ത അലാര കലാമൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിട്ടുള്ള ശിഷ്യനായിട്ടുള്ള എന്നെ അദ്ദേഹത്തിന് ഒപ്പം നിർത്തിയത്. എന്നിട്ട് എന്നിൽ അദ്ദേഹം ഒരുപാട് പ്രശംസ ചൊരിഞ്ഞു. അതിന് ശേഷം എനിക്ക് ഇങ്ങനെ തോന്നി, നായം ധമ്മോ നിബ്ബിദായ ന വിരാഗായ ന നിരോധായ ന ഉപസമായ ന അഭിന്യായ ന സംബോധായ ന നിബ്ബാണായ സംവത്തതി യാവദേവ അകിഞ്ചന്യായതനുപപത്തിയാതി. ഈ ധർമ്മം നിർവ്വാണത്തിന്, അതേപോലെ തന്നെ രാഗം നശിപ്പിക്കുന്നതിന്, നിരോധത്തിന്, ശാന്തിക്ക്, സ്വയദർശനത്തിന്, സംബോധിക്ക്, നിർവ്വാണത്തിലേക്ക് ഈ ധർമ്മം നയിക്കുന്നില്ല. ഈ ധർമ്മം അകിഞ്ചനായതനം എന്ന അവസ്ഥയിലേക്ക് മാത്രമേ നയിക്കുന്നുള്ളൂ. അതായത് ഈ ധർമ്മം കൊണ്ട് ഒരിക്കലും നമ്മൾക്ക് മുക്തി, മോക്ഷം, ശാന്തി, സമാധാനം, സംബോധി, നിർവ്വാണം, രാഗമില്ലായ്മ ഇവയൊന്നും ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ ധർമ്മത്താൽ ഇതൊന്നും നേടാൻ പര്യാപ്തമല്ല എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഹതാശനായിക്കൊണ്ട് എനിക്ക് ആ ധർമ്മത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഭഗവാൻ നേടിക്കൊണ്ടിരിക്കുന്നത് ആത്യന്തികമായിട്ടുള്ള നിബ്ബാണമാണ്, അല്ലെങ്കിൽ ആത്യന്തികമായിട്ടുള്ള ജ്ഞാനമാണ്. എന്നാൽ ആ ധ്യാനത്താൽ അത് ലഭിക്കുന്നില്ല എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. വീണ്ടും ഞാൻ കുശലധർമ്മത്തെ അന്വേഷിക്കാൻ വീണ്ടും ഞാൻ പുറപ്പെട്ടു. കുശലധർമ്മം എന്ന് പറയുന്നത് പുണ്യമായിട്ടുള്ള ധർമ്മം, ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ശാന്തമായിട്ടുള്ള അവസ്ഥയെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദകൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു. രാമൻ്റെ പുത്രൻ ഉദകൻ, അദ്ദേഹത്തെ ഉദക രാമപുത്രൻ എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. ആയുഷ്മാൻ, ഞാൻ താങ്കളുടെ ഈ ധർമ്മവിനയത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു, അതായത് ആധ്യാത്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉദകൻ ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും താങ്കൾക്ക് ഇത് അഭ്യസിക്കാവുന്നതാണ്. ഈ ധർമ്മം അങ്ങനെയുള്ളതാണ്, പ്രജ്ഞയുള്ള ഏതൊരു വ്യക്തിക്കും വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ആ ധർമ്മത്തെ ഞാൻ മനഃപ്പാഠമാക്കി. അതിൻ്റെ പാരായണവും അതിൻ്റെ ചൊല്ലലും എല്ലാം ഞാൻ ഹൃദയസ്ഥമാക്കി. ഞാൻ ആ തത്വത്തിൻ്റെ അറിവിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഞാനും അതിനെ അറിഞ്ഞു, കണ്ടു എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ മറ്റുള്ളവരും അതിനെ കണ്ടു, അറിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ബുദ്ധൻ പറയുന്നത് ചിന്തിച്ച അറിവാണ്, കേട്ട അറിവാണ്, അനുഭവത്തിലുള്ള അറിവല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, വെറും ശ്രദ്ധയാൽ അല്ലെങ്കിൽ വിശ്വാസത്താലല്ല രാമൻ ഇങ്ങനെ പറഞ്ഞത്. ഈ ധർമ്മത്തെ എൻ്റെ സ്വന്തം അനുഭവത്താലാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ധ്യാനിച്ചിട്ടുണ്ടാവും. ധ്യാനിച്ചതിന് ശേഷമായിരിക്കും ഈ ധർമ്മത്തെ മനസ്സിലാക്കിയത്. അതിനാൽ ഞാൻ ഉദക രാമപുത്രൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ, രാമൻ ഏത് അറ്റം വരെയാണ് ഈ ധർമ്മത്തിൽ പോയിട്ടുള്ളത്? ഈ ധർമ്മത്തിൽ ഏതവസ്ഥ വരെയാണ് രാമൻ പോയിട്ടുള്ളത്? എന്നിട്ട് ആ അവസ്ഥയെ സ്വന്തം അനുഭവത്താൽ അറിഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഉദ്ധക രാമപുത്രൻ ഇങ്ങനെ പറഞ്ഞു, നേവസഞ്ജ ഞാൻ സന്യായത്തിന്. അതായത് അവിടെ സംഖ്യ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ. സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ അത് നല്ലതോ ചീത്തയോ എന്നതിനെ പറ്റിയിട്ട് അറിയുന്ന കാര്യത്തെ പറ്റിയാണ് സംഖ്യ എന്ന് പറയുന്നത്. അതെന്താണ്?
അപ്പോൾ ഈ അവസ്ഥയിൽ സംഖ്യ ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല, ഇല്ല എന്നും പറയാൻ സാധിക്കില്ല. വളരെ സൂക്ഷ്മമായിട്ടുള്ള സംഖ്യയായിട്ട് മാറും. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, രാമന് മാത്രമല്ല ശ്രദ്ധയുള്ളത്, എനിക്കും ശ്രദ്ധയുണ്ട്. രാമന് മാത്രമല്ല വീര്യമുള്ളത്, എനിക്കും വീര്യമുണ്ട്. രാമന് മാത്രമല്ല സതിയുള്ളത്, എനിക്കും സതിയുണ്ട്. രാമന് മാത്രമല്ല സമാധിയുള്ളത്, എനിക്കും സമാധിയുണ്ട്. രാമന് മാത്രമല്ല പ്രജ്ഞയുള്ളത്, എനിക്കും പ്രജ്ഞയുണ്ട്. എന്തുകൊണ്ട് ഞാൻ രാമൻ അനുഭവിച്ച ഈ ധർമ്മത്തെ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിക്കൂടാ? ഈ ധർമ്മത്തെ സ്വന്തം അനുഭവത്താൽ അറിഞ്ഞിട്ടാണ് അദ്ദേഹം വിവരിച്ചത്. ഉദകൻ്റെ പിതാവായിട്ടുള്ള രാമൻ ഈ അവസ്ഥ വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉദകന് ആ അവസ്ഥയിൽ പോകാൻ ഭയമായിരുന്നു. കാരണം താൻ തന്നെ ഇല്ലാതാകുമോ എന്നുള്ളൊരു ഭയം ഉദകന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉദകൻ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഉദകൻ്റെ പിതാവായിട്ടുള്ള രാമനാണ് ആ അവസ്ഥ പ്രാപിച്ചത്. ആ അവസ്ഥ വരെ പോകാനുള്ള വഴി ഉദകൻ പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ആ ധർമ്മത്തെ എൻ്റെ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കി അങ്ങനെ അനുഭവിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങി. ഇവിടെ പറയുന്നത് ഭാവനാ പ്രജ്ഞ, അതായത് നേരത്തെ ചിന്തിച്ച ആ അറിവ് ഇപ്പോൾ അനുഭവത്തിൽ വന്നു. കാരണം സ്വയം അതിനെ ദർശിച്ചു. അപ്പോൾ ഞാൻ ഉദ്ധക രാമപുത്തൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, രാമൻ ധർമ്മത്തിൻ്റെ ഈ അവസ്ഥ വരെയാണോ പോയത്? എന്നിട്ട് ഈ അവസ്ഥയാണോ അദ്ദേഹം സ്വന്തം അനുഭവത്താൽ സാക്ഷാത്കരിച്ചത്? എന്നിട്ട് സാക്ഷാത്കരിച്ച് അതിനെ പ്രഖ്യാപിച്ചത്, സാക്ഷാത്കരിച്ച് ജീവിച്ചത്? അതേ മിത്രമേ എന്ന് ഉദകൻ പ്രത്യുത്തരം കൊടുത്തു. ഞാനും ഈ ധർമ്മത്തെ എൻ്റെ അനുഭവത്താൽ ഇതുവരെയാണ് കണ്ടിട്ടുള്ളത്. സ്വന്തം അനുഭവത്താൽ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജീവിക്കുന്നത്. നമ്മൾ വളരെ ഭാഗ്യവാനാണ് മിത്രമേ, വളരെ ഭാഗ്യവാനാണ്. താങ്കളെപ്പോലെയുള്ള ആയുഷ്മാനെ ഒരു സഹബ്രഹ്മചര്യയായിട്ട് കണക്കാക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ധർമ്മത്തെ രാമൻ എപ്രകാരം സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിയോ എന്നിട്ട് പ്രഖ്യാപിച്ചോ, അതേ ധർമ്മത്തെ താങ്കളും സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ വിഹരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഏതൊരു ധർമ്മത്തെ താങ്കൾ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിയോ എന്നിട്ട് അത് നേടിയതിന് ശേഷം വിഹരിക്കുന്നുവോ, അതേ ധർമ്മത്തെ തന്നെയാണ് രാമനും സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിയത്. അതേ ധർമ്മത്തെ തന്നെയാണ് രാമനും സ്വന്തം അനുഭവത്താൽ അറിഞ്ഞത്, അത് നേടി ജീവിച്ചത്. അതിനാൽ ഏതൊരു ധർമ്മത്തെ രാമൻ സ്വന്തം അനുഭവത്താൽ അറിഞ്ഞു, അതേ ധർമ്മത്തെ താങ്കളും സ്വന്തം അനുഭവത്താൽ അറിഞ്ഞു. താങ്കൾ സ്വന്തം അനുഭവത്താൽ അറിഞ്ഞ ധർമ്മത്തെ രാമനും സ്വന്തം അനുഭവത്താൽ അറിഞ്ഞു. താങ്കൾ രാമനെ പോലെയാണ്, രാമൻ താങ്കളെപ്പോലെയാണ്. മിത്രമേ വരൂ, ഇനി താങ്കൾ ഈ സമൂഹത്തെ നയിക്കുക. അതായത് ഉദകനേക്കാൾ വലിയ ഒരു അവസ്ഥയിൽ ഭഗവാൻ ബുദ്ധൻ എത്തി. അതിനാലാണ് ഉദകൻ ബുദ്ധനെ ടീച്ചറായിട്ട് നിയോഗിച്ചത്. താങ്കൾ ഈ സമൂഹത്തെ നയിക്കുക. അങ്ങനെയാണ് എൻ്റെ സഹബ്രഹ്മചാരിയായിരുന്ന ഉദ്ധകരാമപുത്തൻ എന്നെ ശാസ്താവായിട്ട് നിയമിച്ചത്. എന്നിട്ട് എന്നിൽ അദ്ദേഹം ഒരുപാട് പ്രശംസ കോരിച്ചൊരിഞ്ഞു. എന്നാൽ അതിനുശേഷം എനിക്ക് ഇത്തരത്തിലുള്ളൊരു ചിന്ത വന്നു. ഈ ധർമ്മവും മോഹക്ഷയത്തിന്, രാഗമില്ലായ്മയ്ക്ക്, നിരോധനത്തിന്, ശാന്തിക്ക്, അനുഭവത്തിന്, സമ്പോധിക്ക്, നിർവ്വാണത്തിലേക്ക് നയിക്കുന്നില്ല. അതായത് ഈ ധർമ്മം കൊണ്ടും ഇതൊന്നും ലഭിക്കുന്നില്ല. ഇത് നേവസന്യ നാസന്യായതന എന്ന ലോകത്തിൽ ജന്മം തരിക മാത്രമേ ചെയ്യുകയുള്ളൂ. അതായത് നേവസന്യ നാസന്യായതന എന്നത് ഒരു അരൂപ ബ്രഹ്മലോകമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ബ്രഹ്മന്മാർ ജീവിക്കുന്നത്. അവരുടെ ആയുസ് അനേക കൽപ്പങ്ങളാണ്. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര കൽപ്പങ്ങൾ. ഒരു കൽപ്പം എന്ന് പറയുന്നത് ഭൂമി ഉണ്ടായി നശിക്കുന്ന അവസ്ഥ വരെയുള്ള സമയം. ഈ ധ്യാനത്താൽ നമ്മൾക്ക് അവിടെയാണ് പുനർജന്മം ലഭിക്കുക. ഈ ധർമ്മം അപര്യാപ്തമാണ് എന്ന് എനിക്ക് മനസ്സിലായതിനാൽ ഹതാശനായിട്ട് എനിക്ക് ആ ധർമ്മത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു.
അതായത് ബുദ്ധൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ആയുസ്സുള്ള ഒരു ലോകത്ത് പുനർജനിക്കുക എന്നുള്ളതല്ല. മുക്തി, മോക്ഷം, നിബ്ബാണം, അതാണ് ഭഗവാന്റെ ലക്ഷ്യം. അതായത് ഇനി ജന്മം ഉണ്ടാകാൻ പാടില്ല, ജന്മമരണ ചക്രത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മോചനം നേടണം, നിർവ്വാണം നേടണം. അതാണ് ഭഗവാന്റെ ആവശ്യം. അതിനുശേഷം ഏതാണ് കുശലകരം എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ വീണ്ടും യാത്ര പുറപ്പെട്ടു. ഏതാണ് ഏറ്റവും ഉയർന്ന ശാന്തികരമായിട്ടുള്ള അവസ്ഥ, അത് അന്വേഷിക്കാൻ ഞാൻ പുറപ്പെട്ടു. അങ്ങനെ ക്രമേണ നടന്ന് ഞാൻ മഗധയിലെത്തി. ഉരുവേള എന്ന സ്ഥലത്തെ സേനാനിഗമ എന്ന സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നു. ആ സ്ഥലത്ത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം ഞാൻ കണ്ടു. വളരെ ഭംഗിയുള്ള ഒരു വനമായിരുന്നു. അതിൽ ധാരാളം പുഷ്പങ്ങളുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഒഴുകുന്ന ഒരു നദിയുണ്ട്. അതിൽ വളരെ ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെള്ളമുണ്ട്. ആ നദിയുടെ വശങ്ങൾ എന്ന് പറയുന്നത് എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നതാണ്. അടുത്ത് തന്നെ ഭിക്ഷാടനത്തിന് ഒരു ഗ്രാമവും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഈ പ്രദേശം വളരെ മനോഹരമാണ്, ഈ വനം വളരെ നല്ല ഒരു വനമാണ്. അതിനടുത്ത് തന്നെ ഒഴുകുന്ന ഒരു നല്ല നദിയുണ്ട്. അതിലുള്ള ജലം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമാണ്. നദിയുടെ ഇരുവശവും വളരെ എളുപ്പത്തിൽ ഇറങ്ങാവുന്നതാണ്. അടുത്ത് തന്നെ ഭിക്ഷാടനത്തിനായിട്ട് ഒരു ഗ്രാമവുമുണ്ട്. ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുലപുത്രന് ശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ വിചാരിച്ചു, ഇത് പ്രയത്നിക്കാൻ പറ്റിയ സ്ഥലമാണ്. പ്രയത്നം എന്ന് പറയുന്നത് ഇവിടെ മുക്തിക്കുള്ള പ്രയത്നമാണ്. അങ്ങനെ ഞാൻ സ്വയം ജാതിധർമ്മമുള്ള ഒരു വ്യക്തിയായിരുന്നു. ജാതിധർമ്മത്തിൻ്റെ ഭയം അല്ലെങ്കിൽ കമ്മി എനിക്ക് നല്ല പോലെ അറിയാമായിരുന്നു. അതിനാൽ ഞാൻ ജാതിധർമ്മത്തിന് അതീതമായിട്ടുള്ള അനുത്തരം യോഗക്ഷേമമായിട്ടുള്ള നിബ്ബാണത്തെയാണ് ഞാൻ അന്വേഷിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ പ്രയത്നിച്ചത്. അപ്പോൾ എനിക്ക് ആ നിബ്ബാണം ലഭിക്കുകയും ചെയ്തു. ഞാൻ ജരാധർമ്മമുള്ള വ്യക്തിയായിരുന്നു, വ്യാധിധർമ്മമുള്ള വ്യക്തിയായിരുന്നു, മരണധർമ്മമുള്ള, ശോകധർമ്മമുള്ള, കളങ്കധർമ്മമുള്ള വ്യക്തിയായിരുന്നു. ഇവയിലെല്ലാം ഉള്ള ഭയം അല്ലെങ്കിൽ പ്രശ്നം അല്ലെങ്കിൽ കമ്മി എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അതിനാലാണ് ഞാൻ ജരാധർമ്മമില്ലാത്ത, വ്യാധിധർമ്മമില്ലാത്ത, മരണധർമ്മമില്ലാത്ത, ശോകധർമ്മമില്ലാത്ത, കളങ്കധർമ്മമില്ലാത്ത അനുത്തരം യോഗക്ഷേമമായിട്ടുള്ള നിബ്ബാണത്തെ അനുഭവിക്കാൻ വേണ്ടി പ്രയത്നിച്ചത്, അറിയാൻ വേണ്ടി പ്രയത്നിച്ചത്. അതിനുശേഷം എനിക്ക് അവിടെ ആ നിബ്ബാണം ലഭിക്കുകയും ചെയ്തു. ജ്ഞാനഞ്ചപനമേ ദർശനം ഉദപാതി. എനിക്ക് ആ ജ്ഞാനവും അതേപോലെ തന്നെ ആ ദർശനവും എന്നിൽ ഉണ്ടായി. അഗുപ്പാമേ വിമുക്തി അയമന്തിമാ ജാതി നത്യദാനി പുനഃഭവോതി. എൻ്റെ ഈ വിമുക്തി എന്ന് പറയുന്നത് അഗുപ്പ അല്ലെങ്കിൽ ഇളക്കമില്ലാത്തതാണ്. അതായത് അർഹന്തൻ്റെ അവസ്ഥയാണ് എനിക്ക് ലഭിച്ചത്. അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ അന്തിമമായിട്ടുള്ള ജന്മം ആണ്. ഇനി ഭാവിയിൽ ഞാൻ ഒരിക്കലും ജനിക്കുകയുമില്ല. ജന്മമില്ലെങ്കിൽ തീർച്ചയായിട്ടും ജര, വ്യാധി, ശോകം, മരണം, കളങ്കം ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. കാരണം ഇതെല്ലാം ദുഃഖകരമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇതൊന്നുമില്ലാത്ത നിർവ്വാണത്തിനു വേണ്ടി ശ്രമിച്ചത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ നേടിയെടുത്ത ഈ ധർമ്മം വളരെ ഗംഭീരമാണ്. ഈ ധർമ്മത്തെ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ധർമ്മത്തെ മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് വളരെയധികം ശാന്തമാണ്, ഏറ്റവും ഉത്തമമാണ്, തർക്കങ്ങൾക്ക് അതീതമാണ്, വളരെ സൂക്ഷ്മമാണ്. ജ്ഞാനികൾക്ക് ഇതിനെ നേടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ തർക്കങ്ങൾക്ക് അതീതമാണ് എന്ന വാക്കിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിർവ്വാണം എന്ന് പറയുന്ന അവസ്ഥ തർക്കവിതർക്കത്തിലൂടെ നമ്മൾക്കൊരിക്കലും ലഭിക്കില്ല. അതുകൂടാതെ ചിന്തിച്ചിട്ടും ലഭിക്കില്ല. ഞാനൊരാത്മാവാണ്, ഈ ശരീരം അനിത്യമാണ് എന്ന് നമ്മൾ എത്ര തന്നെ ചിന്തിച്ചു കഴിഞ്ഞാലും ആ സത്യം നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. ഇന്ന് പലരും ഈ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഞാനൊരാത്മാവാണ്, ശരീരമല്ല എന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ട്. അതുകൂടാതെ മനനം ചെയ്യുന്നവരും ഉണ്ട്.
ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നെല്ലാം മനനം ചെയ്യുന്നവർ ഉണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ തർക്കത്തിലൂടെ അല്ലെങ്കിൽ ചിന്തയിലൂടെ പ്രാപിക്കാവുന്ന ഒരു സാധനമല്ല ഈ നിബ്ബാണം എന്ന് പറയുന്നത്. എന്നാൽ ലോകത്തിലെ ജനങ്ങളാകട്ടെ ആസക്തരാണ്, അതിനെ സ്നേഹിക്കുന്നവരാണ്, അതിനെ ആഗ്രഹിക്കുന്നവരാണ്, അതിനെ ആസ്വദിക്കുന്നവരാണ്. ഇവിടെ ആസക്തി പലതരത്തിലുള്ള ആസക്തിയുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി, ശരീരത്തിനോടുള്ള ആസക്തി, അതേപോലെ തന്നെ സ്വന്തമെന്ന് കരുതുന്ന എല്ലാറ്റിനും ഓടുള്ള ആസക്തി. അതിനെ അവർ സ്നേഹിക്കുന്നു, അതിനെ അവർ ഇഷ്ടപ്പെടുന്നു, അതിൽ അവർ ആനന്ദിക്കുന്നു. അത്തരം ആൾക്കാർക്ക് ഇത് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആസക്തരായിട്ടുള്ള ആ വ്യക്തികൾക്ക് ഈ സ്ഥാനത്തെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ സർവ്വ സംസ്കാരങ്ങളും ശാന്തമാകുന്നു, ഇല്ലാതാകുന്നു. സബ്ബൂപതി പടി നിസഗ്ഗു, എല്ലാ ആസക്തികളും ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നു. തൻഹാഖയോ, ഇവിടെ തൃഷ്ണ ഇല്ലാതാകുന്നു. വിരാഗോ, ഇവിടെ രാഗം അല്ലെങ്കിൽ ആസക്തി ഇല്ലാതാകുന്നു. നിരോധോ, എല്ലാം ഇവിടെ നിരോധിക്കപ്പെടുന്നു. നിബ്ബാണം, ഇവിടെ നിബ്ബാണമാണ്. നിർവാണം എന്ന വാക്കിൻ്റെ അർത്ഥം അഗ്നി ഇല്ലാതാകലാണ്. രാഗത്തിൻ്റെ അഗ്നി, ദ്വേഷത്തിൻ്റെ അഗ്നി, മോഹത്തിൻ്റെ അഗ്നി, ഇത് പരിപൂർണമായിട്ടും നശിക്കുന്ന തന്നെയാണ് നിബ്ബാണം എന്ന് പറയുന്നത്. എല്ലാ ആസക്തിയും നശിക്കുന്ന, എല്ലാ തൃഷ്ണയും നശിക്കുന്ന, എല്ലാ സംസ്കാരങ്ങളും ശമിക്കുന്ന, രാഗമില്ലാത്ത നിരോധമായിട്ടുള്ള നിർവാണമായിട്ടുള്ള ഈ അവസ്ഥ, ഇത് ആസക്തികൾ ഉള്ള വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ധർമ്മത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലായി എന്ന് വരില്ല. അത് എനിക്ക് കഷ്ടമുണ്ടാക്കുന്നതായിരിക്കും, അതേപോലെ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ മറ്റൊരിക്കലും ചിന്തിക്കാത്ത, അശരീരി അല്ലാത്ത ഈ ഗാഥകൾ എന്നിൽ ഉണർന്നു. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത്. ഇതിനെ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ എളുപ്പമല്ല. രാഗദ്വേഷാദികളാൽ ലിപ്തമായിട്ടുള്ള മനസ്സുള്ളവർക്ക് ഈ ധർമ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് ഒഴുക്കിനെതിരെ പോകുന്ന ധർമ്മമാണ്, വളരെ സൂക്ഷ്മമാണ്, വളരെ ഗംഭീരമാണ്, മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ്. രാഗത്താൽ ആസക്തമായിട്ടുള്ള മനസ്സുള്ളവർ, അവർ ഇരുട്ടിനാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഇപ്രകാരം എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നു കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി യത്നിക്കാനുള്ള ആഗ്രഹം തന്നെ എന്നിൽ ഇല്ലാതായി. ധർമ്മം പഠിപ്പിക്കാനുള്ള ആഗ്രഹം തന്നെ എന്നിൽ ഇല്ലാതായി. ആ സമയത്ത് എൻ്റെ ചിന്ത മനസ്സിലാക്കിയ ബ്രഹ്മ സഹമ്പത്തി ഇങ്ങനെ വിചാരിച്ചു: ഈ ലോകം നഷ്ടമാകും, ഈ ലോകം ഇല്ലാതാകും. എന്തെന്നാൽ തഥാഗതൻ, അർഹന്തൻ, സമ്മാ സംബുദ്ധൻ ധർമ്മം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം യത്നിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ബലവാനായിട്ടുള്ള ഒരു പുരുഷൻ സ്വന്തം കൈയിനെ എങ്ങനെയാണോ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നത്, അതേപോലെ തന്നെ ബ്രഹ്മ സഹമ്പത്തി ബ്രഹ്മ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷനായി ഭഗവാന്റെ മുന്നിൽ പ്രകടനായി. ബ്രഹ്മ തൻ്റെ വസ്ത്രത്തെ ഒരു തോളിൽ ക്രമീകരിച്ചു, ഭഗവാന് നേരെ കൈകൂപ്പി, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ദേശേതു ബന്ധേ ഭഗവാ ധമ്മം, ദേശേതു സുഗതോ ധമ്മം. ഭഗവാൻ ഈ ധർമ്മം പഠിപ്പിക്കട്ടെ, സുഗതൻ ഈ ധർമ്മം പഠിപ്പിക്കട്ടെ. കണ്ണിൽ അല്പം മാത്രം പൊടികളുള്ള പ്രാണികൾ ഇവിടെയുണ്ട്. ധർമ്മം മനസ്സിലാക്കാത്തതിനാൽ അവർക്ക് വളരെ നഷ്ടമുണ്ടാകും. കണ്ണിൽ അല്പം പൊടികൾ, അഴുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വളരെ ശുദ്ധമാണ്, അല്പം മാത്രമേ അകുശല ധർമ്മം അവരുടെ മനസ്സിലുള്ളൂ എന്നാണ് അർത്ഥമാക്കുന്നത്. ഭഗവാൻ ഈ ധർമ്മത്തെ മനസ്സിലാക്കുന്ന വ്യക്തികളും ഇവിടെ ഉണ്ടാകും. അതാണ് ബ്രഹ്മ സഹമ്പത്തി ഭഗവാനോട് പറഞ്ഞത്. അതിനുശേഷം ഈ ഗാഥകളാൽ ബ്രഹ്മ സഹമ്പത്തി ഭഗവാനെ അഭിസംബോധന ചെയ്തു. ഈ മഗധയിൽ മുൻപ് ഉണ്ടായിരുന്ന ധർമ്മം അശുദ്ധമായിരുന്നു, കളങ്കമുള്ളവരായിരുന്നു ആ ധർമ്മത്തെ പഠിപ്പിച്ചത്. അമൃതിൻ്റെ ദ്വാരം തുറക്കട്ടെ, ഈ കണ്ടുപിടിച്ച ഒട്ടും തന്നെ കളങ്കമില്ലാത്ത ഈ ധർമ്മത്തെ മറ്റുള്ളവർ കേൾക്കട്ടെ.
പർവ്വതത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന താങ്കൾക്ക് ചുറ്റും ഉള്ള ജനതയെ കാണാൻ സാധിക്കും. അതുപോലെയാണ് ഈ ധർമ്മം സുമേധ. സത്യത്തിൻ്റെ കൊടുമുടിയിലാണ് താങ്കൾ കയറിയിരിക്കുന്നത്. താങ്കളുടെ ശോകം നഷ്ടമായി. താങ്കൾ ഈ വ്യക്തികളെ നോക്കുക. അവർക്ക് ശോകമുണ്ട്, അവർക്ക് ജാതി, അതേപോലെ തന്നെ ജര ഇവയുണ്ട്. അവയാൽ പീഡിതരാണ്. വീര, എഴുന്നേൽക്കുക. താങ്കൾ യുദ്ധത്തിൽ ജയിച്ചു. താങ്കൾ സേനാനായകനാണ്. കടം ഇല്ലാതെ ഈ ലോകത്തിൽ വിചരിക്കുക. ഭഗവാൻ ധർമ്മം പഠിപ്പിക്കുമാറാട്ടെ. അതിന് മനസ്സിലാക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ എനിക്ക് ബ്രഹ്മ സഹമ്പത്തിയുടെ ആ ആഹ്വാനം മനസ്സിലായി. അതിനുശേഷം ഞാൻ എൻ്റെ ബോധിനേത്രത്താൽ, ലോകത്തിനോടുള്ള അനുകമ്പയാൽ, ഈ ബോധിനേത്രത്താൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ നിരീക്ഷിച്ചു. അപ്പോൾ കണ്ണിൽ കുറച്ച് മാത്രം പൊടികളുള്ള പ്രാണികളെ എനിക്ക് കാണാൻ സാധിച്ചു. ചിലരുടെ കണ്ണുകളിൽ ഒരുപാട് കൂടുതൽ പൊടികളുണ്ട്. ചിലരുടെ ഇന്ദ്രിയങ്ങൾ വളരെ ശക്തമാണ്, മറ്റുള്ളവരുടെ ഇന്ദ്രിയങ്ങൾ ദുർബലമാണ്. നല്ല ഗുണങ്ങളുള്ള, അതേപോലെ തന്നെ ചീത്ത ഗുണങ്ങളുള്ള വ്യക്തികളെ ഞാൻ കണ്ടു. പഠിപ്പിക്കാൻ എളുപ്പമുള്ള, പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടു. അതിൽ പലരും പരലോകത്തിൽ ഭയം വയ്ക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് പരലോകത്തിൽ ഭയമില്ല. അതായത് മരണശേഷം മറ്റൊരു ജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ശരിയായിട്ട് ജീവിച്ചില്ലെങ്കിൽ അടുത്ത ജീവിതം വളരെ ദുഃഖകരമാണ് എന്ന് അവർക്കറിയാം. എന്നാൽ ഇത് മനസ്സിലാകാത്ത ചിലരുണ്ട്. അവർ പാപകർമ്മങ്ങൾ ചെയ്യും. അവർ വിചാരിക്കും ഇനിയൊരു പരലോകമില്ല, എല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറഞ്ഞ് അവർ കൊല്ലൽ, വ്യഭിചാരം തുടങ്ങിയവ എല്ലാം ചെയ്യുന്നതാണ്. ഇത് ഒരു കുളം പോലെയാണ്. അവിടെ നീലത്താമരകളുണ്ട്, വെള്ളത്താമരകളുണ്ട്, ചുവന്ന താമരകളുണ്ട്. അതിൽ ചില താമരകൾ വിരിഞ്ഞിരിക്കുന്നത് വെള്ളത്തിനടിയിലാണ്. അത് വെള്ളത്തിന് മുകളിൽ വന്നിട്ടില്ല, അടിയിൽ തന്നെ അവ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില താമരകൾ വെള്ളത്തിന് മുകളിൽ തന്നെയാണ് ഉള്ളത്, ജലനിരപ്പിൽ തന്നെയാണ് ഉള്ളത്. എന്നാൽ ചില താമരകളാകട്ടെ വെള്ളത്തിന് മുകളിലാണ് ഉള്ളത്, അവയിൽ ജലം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇവിടെ ഭഗവാൻ 3 തരത്തിലുള്ള ആൾക്കാരെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അന്ധകാരമയമായിട്ടുള്ള ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ധർമ്മം എന്തെന്ന് അവർക്കറിയുന്നില്ല. എന്നാൽ ചില പൂക്കൾ ജലനിരപ്പിലാണ് എന്ന് പറയുന്നത് ചിലർ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണ്. ജലനിരപ്പിന് മുകളിലുള്ളവ എന്ന് പറയുന്നത് ആ ശ്രമത്തിൽ വളരെയധികം മുന്നേറിയിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്രകാരമാണ് ഞാൻ പ്രാണികളെ കണ്ടത്. ചില പ്രാണികൾക്ക് കണ്ണിൽ ഒരുപാട് പൊടിയുണ്ട്, ചില പ്രാണികളുടെ കണ്ണിൽ വളരെ കുറച്ച് പൊടിയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ബ്രഹ്മസഹമ്പത്തിയോട് ഈ ഗാഥകളാൽ പ്രത്യുത്തരം കൊടുത്തു. അമൃതിനുള്ള ദ്വാരം തുറക്കപ്പെട്ടിരിക്കുന്നു. കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കട്ടെ, അവർക്ക് ശ്രദ്ധയുണ്ടാകട്ടെ. ബ്രഹ്മ എനിക്ക് ബുദ്ധിമുട്ട് ആകും എന്നതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഈ ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും ഉയർന്ന ധർമ്മത്തെ മനുഷ്യരുടെ ഇടയിൽ പഠിപ്പിക്കാതിരുന്നത്. അപ്പോൾ ബ്രഹ്മ സഹമ്പത്തി ഇങ്ങനെ മനസ്സിലാക്കി, ഭഗവാൻ തൻ്റെ അപേക്ഷ സ്വീകരിച്ചു, ധർമ്മം പഠിപ്പിക്കാൻ സമ്മതിച്ചു എന്ന് മനസ്സിലായി. അതിനുശേഷം ബ്രഹ്മ സഹമ്പത്തി ബുദ്ധനെ വന്ദിച്ചു. എന്നിട്ട് ബുദ്ധനെ തൻ്റെ വലതുവശത്ത് വരുന്ന വിധം 3 പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് ഉടൻ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ആദ്യമായിട്ട് ആർക്കാണ് ഈ ധർമ്മം ഉപദേശിക്കേണ്ടത്? ആർക്കാണ് ഈ ധർമ്മം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ആലാര കലാമൻ പണ്ഡിതനാണ്, യോഗ്യനാണ്, ബുദ്ധിമാനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വളരെ കുറച്ച് അഴുക്കുകൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ആദ്യം അദ്ദേഹത്തെ തന്നെ പഠിപ്പിച്ചുകൂടാ? അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഈ ധർമ്മത്തെ മനസ്സിലാക്കും. ആ സമയത്ത് ഒരു ദേവത എൻ്റെ അരികിൽ വന്ന് എന്നോട് പറഞ്ഞു, ബന്ദേ,
അലാര കലാമ 7 ദിവസം മുൻപ് ശരീരത്യാഗം ചെയ്തു. അപ്പോൾ എൻ്റെ ഉള്ളിലും ജ്ഞാനവും ദർശനവും ഉണ്ടായി. അലാര കലാമ 7 ദിവസങ്ങൾക്ക് മുൻപ് ശരീരത്യാഗം ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇത് അലാര കലാമന് വലിയൊരു നഷ്ടമായി. അദ്ദേഹം ഈ ധർമ്മം കേട്ടിരുന്നു എങ്കിൽ അദ്ദേഹം ഇതിനെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതി, ഈ ധർമ്മത്തെ ആദ്യം ആർക്കാണ് പഠിപ്പിക്കേണ്ടത്? ഈ ധർമ്മത്തെ ആര് വളരെ പെട്ടെന്ന് മനസ്സിലാക്കും? അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഉദ്ധകരാംപുത്തൻ പണ്ഡിതനാണ്, യോഗ്യനാണ്, പ്രജ്ഞാവാനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വളരെ കുറച്ച് പൊടി മാത്രമേ ഉള്ളൂ. അതിനാൽ ആദ്യമായി എന്തുകൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചുകൂടാ? ഈ ധർമ്മത്തെ അദ്ദേഹം വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഒരു ദേവത എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഉദ്ധകരാംപുത്തൻ കഴിഞ്ഞ രാത്രിയിലാണ് മരിച്ചത്. അപ്പോൾ എൻ്റെ ഉള്ളിലും ജ്ഞാനവും ദർശനവും ഉണ്ടായി. ഉദ്ധക രാമപുത്തൻ കഴിഞ്ഞ രാത്രിയിലാണ് മരിച്ചത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് ഉദ്ധകന് വളരെ വലിയൊരു നഷ്ടമാണ്. എന്തെന്നാൽ ഈ ധർമ്മത്തെ അദ്ദേഹം കേട്ടിരുന്നു എങ്കിൽ വളരെ വേഗത്തിൽ അദ്ദേഹം ഇത് മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ആരെയാണ് ഈ ധർമ്മം ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത്? ഈ ധർമ്മത്തെ വളരെ പെട്ടെന്ന് ആർക്ക് മനസ്സിലാകും? അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ആ 5 ഭിക്ഷുക്കൾ അല്ലെങ്കിൽ പഞ്ചവർഗീയ ഭിക്ഷു, അവർ എന്നെ വളരെയധികം സഹായിച്ചു. കഠിനമായിട്ടുള്ള തപശ്ചര്യ ചെയ്യുന്ന സമയത്ത് അവർ എന്നെ ശരിയായ രീതിയിൽ തന്നെ എന്നെ പരിചരിച്ചു. മുൻപ് ഭഗവാൻ ബുദ്ധൻ തപസ്സിനിറങ്ങിയ സമയത്ത് ഈ 5 ഭിക്ഷുക്കളും 5 വ്യക്തികളും ഭിക്ഷുക്കളായിട്ട് ഭഗവാന്റെ ഒപ്പം കൂടിയിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു ഭഗവാൻ പിന്നീട് സമ്യക് സംബുദ്ധനാകുമെന്ന്. ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് ധർമ്മം ഗ്രഹിച്ച് നമ്മൾക്ക് മുക്തരാകാം എന്നാണ് അവർ വിചാരിച്ചത്. ആ സമയത്ത് വിശ്വാസം അനുസരിച്ച് ശരീരത്തിന് ഒരുപാട് പീഡനം നൽകുന്നതായിരുന്നു തപസ് എന്നത്. എന്നാൽ അദ്ദേഹം 6 വർഷത്തോളം ശരീരത്തിന് ഒരുപാട് പീഡനം നൽകി, എന്നിട്ട് മുക്തനാകാൻ കഴിയാത്തതിനാൽ ആ വഴി ഉപേക്ഷിച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ 5 ഭിക്ഷുക്കളും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയതാണ്. അവരെ പറ്റിയാണ് ഭഗവാൻ ബുദ്ധൻ ഇപ്പോൾ പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ അവരെ ആദ്യം പഠിപ്പിച്ചുകൂടാ? അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഈ ദിവസങ്ങളിൽ ആ 5 ഭിക്ഷുക്കൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ മനുഷ്യർക്ക് അതീതമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആ ദിവ്യ ചക്ഷുവിനാൽ അല്ലെങ്കിൽ ദിവ്യ നേത്രത്താൽ ഞാൻ കണ്ടു, ആ ഭിക്ഷുക്കൾ ഈ സമയത്ത് വാരണാസിയിൽ ഇസിപത്തന എന്ന സ്ഥലത്ത് മാനുകളുടെ ഒരു ഉദ്യാനത്തിലാണ് അവർ വിഹരിക്കുന്നത്. അതിനുശേഷം ഒരു വേളയിൽ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തോളം താമസിച്ചു. അതിനുശേഷം ഞാൻ വാരണാസിയിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് ഞാൻ ഗയയ്ക്കും ബോധഗയയ്ക്കും ഇടയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ആജീവിക സന്യാസി ഉപക എന്നെ കണ്ടു. അപ്പോൾ ഉപകൻ എന്നോടിങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ, താങ്കളുടെ ഇന്ദ്രിയങ്ങൾ വളരെ പരിശുദ്ധമാണ്. താങ്കളുടെ വർണ്ണവും വളരെ പരിശുദ്ധമാണ്, വളരെ ഉജ്ജ്വലമാണ്. താങ്കൾ ആരുടെ കീഴിലാണ് പ്രവജ്ഞ നേടിയത്? താങ്കളുടെ ശാസ്താവ് ആരാണ്? ആരുടെ ധർമ്മത്തിലാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അപ്പോൾ ഞാൻ ഉപകനോട് ഈ ഗാഥയാൽ അഭിസംബോധന ചെയ്തു. ഞാൻ ജേതാവാണ്, എല്ലാറ്റിനെയും അറിയുന്നവനാണ്, ഒരു ധർമ്മത്തിലും ആസക്തനാകാത്തവനാണ് ഞാൻ എല്ലാ തൃഷ്ണയെയും ഉപേക്ഷിച്ച് വിമുക്തനായിരിക്കുകയാണ്. ഞാൻ സ്വയം എന്നെ തന്നെ അറിഞ്ഞു. അതിനാൽ ആരെയാണ് ഞാൻ പിന്തുടരേണ്ടത്? എനിക്ക് ഒരു ശാസ്താവുമില്ല, എന്നെപ്പോലെ ആരും തന്നെയില്ല. ദേവന്മാരുള്ള ഈ ലോകത്ത് എനിക്ക് തുല്യരായിട്ട് ആരും തന്നെയില്ല. എന്തെന്നാൽ ഈ ലോകത്തിൽ ഞാനാണ് അർഹന്തൻ. ഏറ്റവും ഉയർന്ന ശാസ്താവും ഞാൻ തന്നെയാണ്. സമ്മാസംബുദ്ധൻ ഞാൻ മാത്രമാണ്. എൻ്റെ ഉള്ളിൽ ശീതളതയുണ്ട്, നിർവ്വാണമുണ്ട്. ഞാൻ ധർമ്മചക്രം പ്രവർത്തിക്കാൻ കാശിയിലേക്ക് പോവുകയാണ്. അന്ധകാരമായിരിക്കുന്ന ഈ ലോകത്തിൽ ഞാൻ അമൃതിൻ്റെ ധ്വനി മുഴക്കാൻ പോവുകയാണ്. ആയുഷ്മാൻ, താങ്കൾ അവകാശപ്പെടുന്ന വിധം
താങ്കൾ തന്നെയാണ് അനന്ത ജേതാവ്. ജേതാവ് എന്നാൽ എന്നെപ്പോലെ ആകണം. ആസവം പരിപൂർണമായിട്ട് ക്ഷയിച്ചിരിക്കുന്നവനാണ് ജേതാവ്. ഞാൻ പാപകർമ്മങ്ങളെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ജേതാവായിരിക്കുന്നത്. ഞാൻ അപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉപകൻ പറഞ്ഞു, ആയുഷ്മാൻ, താങ്കൾ പറഞ്ഞതുപോലെയാകട്ടെ എന്ന് പറഞ്ഞ് തലവെട്ടിച്ച് ആ ഉപകൻ തെറ്റായ വഴിയിലേക്ക് തിരിഞ്ഞ് പോയി. ക്രമേണ നടന്ന് ഞാൻ വാരണാസിയിലെത്തി. അതിനുശേഷം ഇസബത്താനിയിൽ മൃഗങ്ങളുടെ ആ ഉദ്യാനത്തിൽ 5 ഭിക്ഷുക്കളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ആ 5 ഭിക്ഷുക്കളും ഞാൻ വരുന്നത് ദൂരെ നിന്ന് തന്നെ അവർ കണ്ടു. എന്നിട്ട് പരസ്പരം മറ്റുള്ളവരെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ശ്രമണ ഗൗതമൻ വരുന്നുണ്ട്. അദ്ദേഹം സുഖഭോഗത്തിൽ മുഴുകിയതാണ്. കഠിന തപശ്ചര്യ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം സുഖജീവിതത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെ വന്ദിക്കേണ്ടതില്ല. അദ്ദേഹം വരുന്ന സമയത്ത് ആദരപൂർവ്വം എഴുന്നേൽക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ ചീവരവും വാങ്ങിക്കേണ്ടതില്ല. എന്നാൽ നമ്മൾക്ക് ഇരിക്കാനുള്ളൊരു ആസനം വിരിക്കാം. അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ഇരുന്നോട്ടെ. എന്നാൽ ഞാൻ അടുത്ത് വരുന്ന സമയത്ത് ആ 5 ഭിക്ഷുക്കൾക്കും അവർക്ക് സ്വയം അവരെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവർ നേരത്തെ പരസ്പരം പറഞ്ഞതുപോലെ അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഒരാൾ എന്നെ അഭിവാദ്യം ചെയ്യാൻ മുന്നോട്ട് വന്നു. എന്നിട്ട് എൻ്റെ ചീവരവും ഭിക്ഷാപാത്രവും എടുത്തു. ഒരാൾ എനിക്ക് ഇരിക്കാൻ വേണ്ടി ആസനം വിരിച്ചു. മറ്റുള്ളവർ എനിക്ക് വേണ്ടി എൻ്റെ പാദം കഴുകാൻ വേണ്ടി വെള്ളമെടുക്കാൻ വേണ്ടി പോയി. എന്നാൽ ആ സമയത്തും അവർ എന്നെ എൻ്റെ പേരാലും അതേപോലെ തന്നെ സുഹൃത്തെ എന്നുമാണ് വിളിച്ചത്. അതിനാൽ ഞാൻ അവരോട് പറഞ്ഞു, മിത്രങ്ങളെ, എൻ്റെ പേരിനാൽ എന്നെ വിളിക്കരുത്. അതുകൂടാതെ സുഹൃത്തെ എന്നും എന്നെ അഭിസംബോധന ചെയ്യരുത്. ഭിക്ഷുക്കളെ, ഞാൻ അർഹന്തനാണ്, തഥാഗതനാണ്, സമ്മാ സംബുദ്ധനാണ്. ഭിക്ഷുക്കളെ ശ്രദ്ധിക്കുക. ഞാൻ അമൃതിനെ പ്രാപിച്ചു. ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാം. ഞാൻ നിങ്ങളെ ധർമ്മം പഠിപ്പിക്കാം. ഞാൻ നിർദ്ദേശപ്രകാരം നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ ആ അന്തിമ ലക്ഷ്യം നേടും. നിങ്ങൾ സ്വയം ആ സത്യത്തെ നിങ്ങളുടെ ഉൾക്കാഴ്ചയാൽ നിങ്ങൾ കാണും. അതിനുശേഷം എന്തിനു വേണ്ടിയാണോ ഒരു കുലപുത്രൻ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് സന്യാസിയാകുന്നത്, ആ ലക്ഷ്യത്തെ നിങ്ങൾ സ്വന്തം അനുഭവത്താൽ അറിയും. അതായത് നിങ്ങൾക്ക് നിബ്ബാണം ലഭിക്കും എന്ന് അർത്ഥം. എന്നാൽ അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ ഗൗതമ, ആ കഠിന തപശ്ചര്യയാലും കഠിന പ്രയത്നത്താലും താങ്കൾക്ക് മനുഷ്യോത്തരമായിട്ടുള്ള ഏതെങ്കിലും ജ്ഞാനമോ ദർശനമോ ലഭിച്ചിട്ടില്ല. ആര്യന്മാർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ താങ്കൾക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ സമയത്ത് താങ്കൾക്ക് അത് എങ്ങനെയാണ് ലഭിക്കുക? താങ്കൾ താങ്കളുടെ പരിശ്രമം ഉപേക്ഷിച്ച് വീണ്ടും സുഖഭോഗിയായി ജീവിക്കുകയാണ്. അതായത് ആ സമയത്തുള്ള ഒരു വിശ്വാസം എന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സുഖഭോഗങ്ങളാണ്. അതിനാൽ ശരീരത്തെ നല്ലപോലെ പീഡിപ്പിക്കുക. എത്രത്തോളം പീഡിപ്പിക്കുന്നോ അത്രത്തോളം നമ്മുടെ പാപം ക്ഷയിക്കും. അതാണ് ആ സമയത്തുള്ളൊരു വിശ്വാസം. അതുകൊണ്ടാണ് ശരീരത്തെ ക്ലേശിപ്പിക്കുന്നതിൽ ആ സമയത്ത് തപശ്ചര്യകൾ വളരെയധികം നിർണായകമായിട്ടുള്ള പങ്ക് കൊടുത്തത്. ശരീരത്തിന് പീഡനം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ മുക്തി കിട്ടൂ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ആ ഭിക്ഷുക്കൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഭിക്ഷുക്കളെ, തഥാഗതൻ സുഖലോലുപൻ ആയിട്ടില്ല, പ്രയത്നത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല, സുഖഭോഗങ്ങളിൽ മുഴുകിയിട്ടില്ല. ഭിക്ഷുക്കളെ, ഞാൻ അർഹന്തനാണ്, തഥാഗതനാണ്, സമ്മാസംബുദ്ധനാണ്. സമ്മാസംബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ബുദ്ധനായിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ ആരുമില്ല, സ്വയം അദ്ദേഹം ആ സത്യത്തെ മനസ്സിലാക്കിയതാണ്. ഭിക്ഷുക്കളെ കേൾക്കുക, ഞാൻ അമൃതത്തെ പ്രാപിച്ചു. ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരാം, ധർമ്മം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഞാൻ പഠിപ്പിച്ച പ്രകാരം നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ജീവിതത്തിൽ തന്നെ ബ്രഹ്മചര്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നേടും.
എന്നാൽ രണ്ടാം പ്രാവശ്യം അവർ എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞു, ആയുഷ്മാൻ ഗൗതമ, താങ്കൾ ഇത്രയധികം നേരത്തെ പരിശ്രമിച്ചു, കഷ്ടപ്പെട്ടു, എന്നിട്ടും ലഭിച്ചില്ല. അതിനുശേഷം താങ്കൾ സുഖലോലുപനായി മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു. പിന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ താങ്കൾക്ക് ലഭിക്കുക. അപ്പോൾ വീണ്ടും രണ്ടാം പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞു, ഭിക്ഷുക്കളെ, ഞാൻ സുഖലോലുപൻ ആയിട്ടില്ല, ഞാൻ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല, ഞാൻ അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്. കേൾക്കുക, ധർമ്മം ഞാൻ ഉപദേശിക്കാം. അതിനാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ സത്യം മനസ്സിലാകും. എന്നാൽ മൂന്നാം പ്രാവശ്യം അവർ ഇപ്രകാരം തന്നെയാണ് എന്നോട് പറഞ്ഞത്, ആയുഷ്മാൻ ഗൗതമ, ആ കഠിന തപശ്ചര്യയാലും ആ കഷ്ടത്താലും താങ്കൾക്ക് മനുഷ്യോത്തരമായിട്ടുള്ള ആ അനുത്തരമായിട്ടുള്ള കാര്യം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സുഖലോലുപനായിട്ട് നടക്കുന്ന താങ്കൾക്ക് അത് എങ്ങനെ ലഭിക്കാനാണ്? താങ്കൾ മാർഗഭ്രഷ്ടനാണ്, എന്നിട്ട് സുഖലോലുപതയുള്ള ജീവിതം നയിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഞാൻ ഇപ്രകാരം സംസാരിക്കുന്നത് നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ബന്ദേ. ഭിക്ഷുക്കളെ, ഞാൻ അർഹന്തനാണ്, തഥാഗതനാണ്, സമ്മാസംബുദ്ധനാണ്. ഭിക്ഷുക്കളെ കേൾക്കുക, ഞാൻ അമൃതം നേടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തരാം, ഞാൻ നിങ്ങളെ ധർമ്മം പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ ബ്രഹ്മചര്യത്തിൻ്റെ ഫലം നേടും. അതിനെ നിങ്ങൾ സ്വന്തം ദർശനത്താൽ കാണും. അതിനു വേണ്ടിയിട്ടാണ് കുലപുത്രനായിട്ടുള്ള നിങ്ങൾ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത്. അങ്ങനെ ആ 5 ഭിക്ഷുക്കളെയും അനുരഞ്ജിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ 2 ഭിക്ഷുക്കളെ ഉപദേശിച്ചു. ബാക്കിയുള്ള 3 പേർ ഭിക്ഷാടനത്തിന് പോയി. ആ 3 പേർ കൊണ്ടുവന്ന ഭിക്ഷാന്നം കൊണ്ട് ഞങ്ങൾ 6 പേരും ഭക്ഷിച്ചു. ചിലപ്പോൾ ഞാൻ 3 ഭിക്ഷുക്കൾക്ക് നിർദ്ദേശം കൊടുക്കും. അപ്പോൾ മറ്റുള്ള 2 പേർ ഭിക്ഷാടനത്തിന് പോകും. പിന്നെ ആ 2 ഭിക്ഷുക്കൾ ഞങ്ങൾ 6 പേരെയും അവർ കൊണ്ടുവന്ന ഭക്ഷണം തരുന്നതാണ്. ഇവിടെ നമ്മൾക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഭഗവാൻ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. ആ നിർദ്ദേശങ്ങൾ എന്താണെന്ന് ഒരിടത്തും നമ്മൾ വായിക്കുന്നില്ല. അതായത് പ്രാക്ടിക്കലായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഒരിടത്തും കാണുന്നില്ല. അതേപോലെ തന്നെ എല്ലായിടത്തും ഭഗവാൻ ബുദ്ധൻ ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ധ്യാനം എങ്ങനെ ചെയ്യണം എന്ന് അദ്ദേഹം എവിടെയും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. അതായത് അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ള ആ അഭ്യാസം, പ്രാക്ടിക്കലായിട്ടുള്ള അഭ്യാസം, അതിൻ്റെ റെഫറൻസ് നമ്മൾക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുത. ഭഗവാന്റെ പരിനിർവാണത്തിന് ശേഷം ഏകദേശം 100 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പാത അപ്രത്യക്ഷമായി, ആ അഭ്യാസം അപ്രത്യക്ഷമായി എന്നാണ് കരുതേണ്ടത്. ആ പാത ഇന്നും ഉണ്ടെങ്കിൽ 7 ദിവസം മുതൽ 7 മാസങ്ങൾ വരെ ഒരു വ്യക്തി അനാഗാമിയോ അർഹന്തനോ ആകേണ്ടിയിരുന്നു, തുടർച്ചയായിട്ട് അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക്. അത് ബുദ്ധനുള്ള സമയത്ത് മാത്രമല്ല, ഏത് സമയത്തും അത് അങ്ങനെ തന്നെ ആകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ധർമ്മത്തിന് അകാലികോ എന്ന പദം പറയുന്നത്. അതായത് അകാലികോ, അതായത് സമയം എടുക്കില്ല. നമ്മൾ അഭ്യസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾക്ക് ഫലം കിട്ടേണ്ടതുണ്ട്. 2500 വർഷങ്ങൾ മുൻപുള്ള ആൾക്കാർക്ക് പാർമി കൂടുതലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതേ വിദ്യ നമ്മൾ ഇന്നും അഭ്യസിക്കുകയാണെങ്കിൽ ഇന്നും അതേ പ്രകാരത്തിൽ തന്നെ ഫലം തരേണ്ടതാണ്. അത് ഫലം തരാത്തതിൻ്റെ കാരണം നമ്മൾ പഠിച്ച വിദ്യ പരിപൂർണമല്ല എന്നുള്ളതാണ്. അതിനാലാണ് നമ്മൾ ഈ സൂത്രങ്ങളിലൂടെ എന്താണ് ഭഗവാൻ ശരിയായിട്ട് പഠിപ്പിച്ചത് എന്ന് അറിയാൻ ശ്രമിക്കുന്നത്. എത്ര തന്നെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഭൗതികമായിട്ടുള്ള ഒരു അറിവാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രാക്ടിക്കലായിട്ടുള്ള അറിവ് നമ്മൾ എല്ലായിടത്തും പോയി അതിനുശേഷം നമ്മൾ സ്വയം കണ്ടെത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 5 ഭിക്ഷുക്കളെയും ഞാൻ ഇപ്രകാരം നിർദ്ദേശം കൊടുത്തു, അവർക്ക് ഉപദേശം കൊടുത്തു. എന്നിട്ട് അവർ അഭ്യസിക്കാൻ തുടങ്ങി. അവർ സ്വയം ജാതിധർമ്മം അല്ലെങ്കിൽ ജന്മധർമ്മം ഉള്ളവരായിരുന്നു. ജാതിധർമ്മത്തിൻ്റെ ഭയം അല്ലെങ്കിൽ കമ്മി അവർക്ക് നല്ല പോലെ ബോധ്യമുള്ളതാണ്. കാരണം അവർ ജാതിധർമ്മം ഉള്ളവരായിരുന്നു. അതുകൊണ്ട് അവർ ജാതിധർമ്മത്തിന് അതീതമായിട്ടുള്ള കാര്യത്തെയാണ് അന്വേഷിച്ചത്. അത് അനുത്തരമായിട്ടുള്ള യോഗക്ഷേമമായിട്ടുള്ള നിബ്ബാണമാണ്. അത് ഇങ്ങനെ അഭ്യസിച്ചപ്പോൾ അവർക്ക് ആ നിബ്ബാണം ലഭിക്കുകയും ചെയ്തു. അവർ സ്വയം തന്നെ
ജരാധർമ്മം ഉള്ളവരായിരുന്നു, വ്യാധിധർമ്മം ഉള്ളവരായിരുന്നു, മരണധർമ്മം ഉള്ളവരായിരുന്നു, ശോകധർമ്മം ഉള്ളവരായിരുന്നു, കളങ്കിതമായിട്ടുള്ള സ്വഭാവം ഉള്ളവരായിരുന്നു. അതിൻ്റെ ഭയം അല്ലെങ്കിൽ അതിൻ്റെ കമ്മി അവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ജരാധർമ്മമില്ലാത്ത, രോഗധർമ്മമില്ലാത്ത, മരണധർമ്മമില്ലാത്ത, ശോകധർമ്മമില്ലാത്ത, കളങ്കധർമ്മം ഇല്ലാത്ത ഏറ്റവും ഉത്തമമായിട്ടുള്ള യോഗക്ഷമമായിട്ടുള്ള നിബ്ബാണത്തെ അന്വേഷിച്ചത്. അത് അവർക്ക് ലഭിക്കുകയും ചെയ്തു. അവരിൽ ജ്ഞാനവും ദർശനവും ഉണ്ടായി. അഗുപ്പ നോ വിമുക്തി അയമന്തിമാജാതി നത്ഥിതാനി പുനഃഭവോതി. എൻ്റെ വിമുക്തി ഇളകാത്ത വിമുക്തിയാണ്. ഇത് ഞങ്ങളുടെ അന്തിമ ജന്മമാണ്. ഇനി ഞങ്ങൾക്ക് പുനർജന്മം ഇല്ല. ഭിക്ഷുക്കളെ, ഈ 5 കാമഗുണങ്ങൾ ഇവയൊക്കെയാണ്. എന്താണ് ഈ 5 കാമഗുണങ്ങൾ? ചക്കുവിഞ്ഞേയ രൂപ ഇട്ട കന്ദ മനാപ പിയരൂപ കാമൂപസംഹിത രചനീയ. കണ്ണിനാൽ കണ്ട രൂപം അതിന് ഇഷ്ടമാണ്, ആഗ്രഹിക്കുന്നതാണ്, അനുകൂലമാണ്, സുഖം തരുന്നതാണ്, ആഗ്രഹങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ കണ്ണിലൂടെ കാണുന്ന രൂപം അല്ലെങ്കിൽ ദൃശ്യം അത് ഇഷ്ടമുള്ളതാണ്, പ്രിയങ്കരമാണ്, ആസ്വാദ്യമാണ്, ആഗ്രഹങ്ങളെ ജനിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ കാതിൽ കേൾക്കുന്ന ശബ്ദം, മൂക്കിൽ വരുന്ന ഗന്ധം, നാവിൽ വരുന്ന രുചി, ശരീരത്തിൽ വരുന്ന സ്പർശം, അതെല്ലാം നമ്മൾക്ക് ഇഷ്ടമുള്ളതാണ്, ആഗ്രഹിക്കുന്നതാണ്, അനുകൂലമാണ്, സുഖം തരുന്നതാണ്, കാമസുഖത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്. ഭിക്ഷുക്കളെ, ഇതാണ് 5 കാമഗുണങ്ങൾ. നമ്മൾ ഇതേ കാര്യങ്ങൾ സതിപഠാനത്തിലും വായിച്ചതാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും അതിൻ്റെ വിഷയങ്ങളും, ആ വിഷയങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, അനുകൂലമാണ്, അത് സുഖിക്കുന്നതാണ്, നമ്മൾ അതിനെ ആസ്വദിക്കുകയാണ് എങ്കിൽ അവിടെയാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് പല സാധകരും അവർ ധ്യാനിക്കാറുണ്ട്. ചിലപ്പോൾ 5 മണിക്കൂർ 6 മണിക്കൂർ ധ്യാനിക്കും. ധ്യാനിച്ചതിന് ശേഷം അവർ ഈ ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കും. ചിലപ്പോൾ ടി വി കാണും, ചിലപ്പോൾ പാട്ട് കേൾക്കും, ചിലപ്പോൾ നല്ല നല്ല ദൃശ്യങ്ങൾ കാണും, ചിലപ്പോൾ ആസ്വാദ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കും. അതേപോലെ തന്നെ ആസ്വാദ്യകരമായിട്ടുള്ള സ്പർശങ്ങൾ അവർക്കുണ്ടാകും. ഇവിടെയാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. ഈ ഇന്ദ്രിയ സുഖങ്ങളിലാണ് നമ്മൾക്ക് ആസക്തി ഉണ്ടാകുന്നത്. ഇതാണ് പാപധർമ്മം എന്ന് അവർക്കൊരിക്കലും മനസ്സിലായിട്ടില്ല. അവർ പാപധർമ്മം എന്ന് വിചാരിക്കുന്നത് വ്യഭിചാരം, അതേപോലെ തന്നെ ഹിംസ തുടങ്ങിയവയാണ് പാപധർമ്മം എന്ന് വിചാരിക്കുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളിലും വരുന്ന വിഷയങ്ങൾ അത് നമ്മുടെ മനസ്സിൽ തൃഷ്ണയുണ്ടാക്കുന്നു, അത് അകുശലമാണ്, അത് പാപമാണ് എന്നുള്ള കാര്യം അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പലരും സാധനയിൽ ഒട്ടും തന്നെ പ്രോഗ്രസ് ചെയ്യാത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ദ്രിയ സംവരണം അവർക്ക് ഇല്ല, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ എന്നത് അവർക്ക് ഇല്ല. ഇതിലുള്ള ഒരു ആസക്തി അല്ലെങ്കിൽ ഇതിൻ്റെ ആസ്വാദനം ഒരു പ്രശ്നം അല്ല എന്ന് അവർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ബുദ്ധൻ അടുത്ത ഉപദേശത്തിൽ പറയുന്നത്. ഭിക്ഷുക്കളെ, ഇവിടെ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ഈ 5 ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തരാണ്, അതിൽ ബന്ധിതരാണ്, അതിനാൽ മോഹിതരാണ്, അതിൽ ആസക്തരാണ്. അതിൻ്റെ ഭയത്തെപ്പറ്റി അവർ ബോധവാന്മാരല്ല, കമ്മികളെപ്പറ്റി അവർ ബോധവാന്മാരല്ല. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെപ്പറ്റി അവർക്ക് ബോധ്യമില്ല. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. അവർ വലിയ ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണ്, അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാപിയായ മാരൻ അവരെ പറ്റി എന്താഗ്രഹിക്കുന്നോ അത് അവൻ നടത്തുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ കരുതുക, വനത്തിൽ ഒരു മാൻ ഒരു കെണിയിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം, ഈ മാന് ദുരന്തമുണ്ടായി, അത് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. വേട്ടക്കാരൻ വന്നതിന് ശേഷം ആ മാനിനെ എന്ത് ചെയ്യണമോ അത് അയാൾ ചെയ്യുക തന്നെ ചെയ്യും. ആ വേട്ടക്കാരൻ വരുന്ന സമയത്ത് ഈ മാനിന് ഇത് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ഈ ശ്രമണ ബ്രാഹ്മണന്മാർ. അവർ ഈ 5 ഇന്ദ്രിയ സുഖങ്ങളിൽ
ബന്ധിതരാണ്, മോഹിതരാണ്, ആസക്തരാണ്. ഇതിൻ്റെ ഭയങ്ങളെപ്പറ്റി അവർ ബോധവാന്മാരല്ല. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് അവർക്കറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കണം, അവർ ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണ്, അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ മാരന് അവൻ എന്താഗ്രഹിക്കുന്നുവോ അത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കും. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവർ ഈ 5 ഇന്ദ്രിയ സുഖങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവർ അതിൽ ബന്ധിതരല്ല, അതിൽ മോഹിതരല്ല, അതിൽ ആസക്തരല്ല. അതിൻ്റെ ഭയങ്ങളെപ്പറ്റി, കുറവുകളെപ്പറ്റി അവർ കാണുന്നുണ്ട്, ബോധവാന്മാരാണ്. അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നും അവർ അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, അവർ ദുരന്തത്തിൽപ്പെട്ടിട്ടില്ല, അപകടത്തിൽപ്പെട്ടിട്ടില്ല. മാരൻ എന്ത് ആഗ്രഹിക്കുന്നോ അത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് ഒരു വനത്തിൽ ഒരു മാൻ കെണികൾക്ക് മുകളിൽ കിടക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ മാനുകൾ ദുരന്തത്തിൽപ്പെട്ടിട്ടില്ല, അപകടത്തിൽപ്പെട്ടിട്ടില്ല. അതിനാൽ ആ വേട്ടക്കാരന് ആ മാനുകളോട് എന്ത് ചെയ്യണമോ അത് ചെയ്യാൻ സാധിക്കില്ല. ആ വേട്ടക്കാരൻ വരുന്ന സമയത്ത് ആ മാനുകൾക്ക് എങ്ങോട്ട് പോകണമോ അവ അങ്ങോട്ട് ഓടും. അതേപോലെ തന്നെയാണ് ഈ ശ്രമണ ബ്രാഹ്മണന്മാർ. അവർ ഈ 5 ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതിൽ അവർ ബന്ധിതരല്ല, മോഹിതരല്ല, അവർ ആസക്തരല്ല. അവർക്ക് ഇതിൻ്റെ കുറവുകൾ അറിയാം, ഭയങ്ങൾ അറിയാം, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം എന്ന് അവർക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, അവർ ഒരിക്കലും ദുരന്തത്തിൽപ്പെട്ടിട്ടില്ല, അപകടത്തിൽപ്പെട്ടിട്ടില്ല. അതിനാൽ മാരന് അവരെ എന്ത് ചെയ്യണമോ അത് മാരന് ചെയ്യാനും സാധിക്കില്ല. ഇങ്ങനെ കരുതുക, വളരെ നിബിഡമായിട്ടുള്ള ഒരു വനത്തിൽ ഒരു മാനുണ്ട്. അത് ആ വനത്തിൽ തന്നെ നടക്കുന്നു, നിൽക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു. ഇതെല്ലാം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അത് വേട്ടക്കാരൻ്റെ ദൃഷ്ടിക്ക് അപ്പുറത്താണ്. ഇനി എങ്ങനെയാണ് വേട്ടക്കാരൻ്റെ ദൃഷ്ടിക്ക് അപ്പുറത്ത് എന്നതിനെ പറ്റി ഭഗവാൻ പറയാൻ പോവുകയാണ്. ഇവിടെ വേട്ടക്കാരൻ എന്നത് മാരൻ തന്നെയാണ്. അപ്പോൾ മാരൻ്റെ അല്ലെങ്കിൽ ആ ദുഷ്ടശക്തികളുടെ ദർശനത്തിന് അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു ഭിക്ഷു പോകുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ്. ഇവിടെ വീണ്ടും 8 ധ്യാനങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഈ സൂത്രത്തിൽ തന്നെ കണ്ടു, ആലാര കലാമൻ്റെ അടുത്ത് പോയി അദ്ദേഹം നത്തി കിഞ്ചി എന്ന 7ാമത്തെ ധ്യാനം അഭ്യസിച്ചു. ഉദ്ദക രാമപുത്തൻ്റെ അടുത്ത് പോയി നേവസന്യാ നാസന്നായതന എന്ന 8ാമത്തെ ധ്യാനം അഭ്യസിച്ചു. എന്നിട്ടും അദ്ദേഹം പറയുന്നു, ഈ ധ്യാനത്താൽ എനിക്ക് മുക്തി കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും ഇവിടെ അദ്ദേഹം പറയാൻ പോകുന്നത് 8 ധ്യാനങ്ങളാണ്. എന്നാൽ ധ്യാനത്തിൻ്റെ അവസാനം അദ്ദേഹത്തിന് മുക്തി ലഭിക്കുന്നു. എന്താണ് ആ ധ്യാനവും ഈ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ധ്യാനം എന്ന് പറയുന്നത് 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ആയിരുന്നു. അവിടെ പ്രജ്ഞ ഇല്ലായിരുന്നു. ഇത് സമതാ വിപശ്യന ധ്യാനം എന്ന് പറയും. അതായത് ഇവിടെ സമതയുമുണ്ട്, അതേപോലെ തന്നെ വിപശ്യന അല്ലെങ്കിൽ പ്രജ്ഞയുമുണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതറിയാതെയാണ് പലരും പറയുന്നത് ധ്യാനം വളരെ അപകടമാണ്, നമ്മൾക്കതുകൊണ്ട് ഒരിക്കലും മുക്തി ലഭിക്കില്ല, നമ്മൾ ബ്രഹ്മലോകത്തിൽ പോയിട്ട് ജനിക്കും, നമ്മൾക്ക് അതിനുശേഷം വിപശ്യന ചെയ്യാൻ സാധിക്കില്ല എന്നെല്ലാം പറയുന്നത് ഈ ഒരു വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ്. വീണ്ടും വീണ്ടും സൂത്രങ്ങളിൽ ഭഗവാൻ ഈ ധ്യാനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രശംസിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിലൂടെ മുക്തി ലഭിക്കും എന്നും പറയുന്നുണ്ട്. അതിനാൽ ഈ ധ്യാനങ്ങളെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. ഇന്ന് ഇന്ത്യയിലും ഈ ധ്യാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബന്ദേ വിമലാരംസി അദ്ദേഹം മൈത്രിയിലൂടെ ധ്യാനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെ അദ്ദേഹം സമതാ വിപശ്യന എന്നാണ് പറയുന്നത്. അതായത് സമതയും വിപശ്യനയും ഒരുമിച്ച് പോകണം. ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് ബുദ്ധഘോഷൻ്റെ ഒരു പുസ്തകമുണ്ടായിരുന്നു, വിശുദ്ധി മഗ്ഗ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ ബുദ്ധഘോഷൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു. അതേപോലെ തന്നെ പാലിയിലും അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള ജ്ഞാനമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ധ്യാനം ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. അത് കാരണം അദ്ദേഹം ത്രിപിടകയുടെ വ്യാഖ്യാനത്തെ പഠിച്ചതിന് ശേഷം പുസ്തകം രചിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പല പ്രശ്നങ്ങളുമുണ്ടായി. അതിലേറ്റവും വലിയ പ്രശ്നം അദ്ദേഹം സമാധിയെയും പ്രജ്ഞയെയും രണ്ടാക്കി തിരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സമതയെയും വിപശ്യനയും രണ്ടാക്കി തിരിച്ചു.
അത് കാരണം ഒരുപാട് കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഉണ്ടായി. അതിനാലാണ് വീണ്ടും വീണ്ടും നമ്മൾ സൂത്രത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത്. ധ്യാനങ്ങളിലൂടെ നമ്മൾക്ക് മുക്തി കിട്ടില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഈ സൂത്രം അയച്ചു കൊടുക്കുക. ഇതിൽ നേരത്തെ ഭഗവാൻ ബുദ്ധൻ അലാര കലാമൻ്റെ അടുത്തുനിന്നും ഉദ്ധകരാമപുത്രൻ്റെ അടുത്തുനിന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും അദ്ദേഹം ഈ 8 ധ്യാനങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു വിവിച്ഛേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി, അതായത് കാമങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ ഇല്ലാതെ, അകുശല ധർമ്മങ്ങൾ ഇല്ലാതെ, സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പദമം ധ്യാനം ഉപസമ്പജ്ജ വിഹരതി. പ്രഥമധ്യാനത്തിൽ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, പീതിയുണ്ട്, സുഖമുണ്ട്, ചിത്തത്തിൻ്റെ ഏകാഗ്രത ഉണ്ട്. ഇവിടെ പീതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ സുഖമാണ്. സുഖം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ പ്രശാന്തതയാണ്. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു മാരനെ അന്ധനാക്കുന്നത്, അവൻ്റെ കണ്ണിൽ പെടാതിരിക്കുന്നത്, മാരൻ കാണാത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അതായത് നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അതിൽ മാരനില്ല, അല്ലെങ്കിൽ അകുശല ധർമ്മങ്ങളില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ആ ഭിക്ഷു രണ്ടാമത്തെ ധ്യാനത്തിൽ പോകുന്നു. അവിടെ വിതർക്ക വിചാരങ്ങളില്ല, പീതി, സുഖം, ചിത്തത്തിൻ്റെ ഏകാഗ്രത മാത്രമാണ് ഉള്ളത്. അങ്ങനെ ആ ഭിക്ഷു മാരനെ അന്ധനാക്കി അവന് കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ മാരന് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അതിനുശേഷം ആ പീതി സമാപ്തമാകുന്ന സമയത്ത് ആ വ്യക്തി മൂന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. അവിടെ സുഖം, ഏകാഗ്രത മാത്രമേ ഉള്ളൂ. ഈ മൂന്നാമത്തെ ധ്യാനത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള പേരുകൊണ്ടാണ് വിളിക്കുന്നത് ഉപേക്ഷകോ സതിമ സുഖവിഹാരി. അവിടെ ഉപേക്ഷയുണ്ട്, സതിയുണ്ട്, അതുകൂടാതെ സുഖമായിട്ടുള്ള ഒരു ധ്യാനമാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു മാരനെ അന്ധനാക്കുന്നത്, അവൻ്റെ ദർശനത്തിൽ നിന്ന് പോകുന്നത്, അവന് കാണാൻ കഴിയാത്ത ഇടത്തേക്ക് പോകുന്നത്. അതിനുശേഷം ആ ഭിക്ഷു സുഖത്തെയും ദുഃഖത്തെയും അതിക്രമിച്ച്, സോമനസ്സത്തെയും ദോമനസ്സത്തെയും അതിക്രമിച്ച് നാലാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെയാണ് ആ ഭിക്ഷു മാരനെ അന്ധനാക്കിയത്, മാരൻ കാണാത്ത സ്ഥലത്തേക്ക് പോയത്. മാരന് ആ ഭിക്ഷുവിനെ ദർശിക്കാൻ സാധ്യമല്ല. അതിനുശേഷം ആ ഭിക്ഷു രൂപസംഖ്യയെ അതിക്രമിച്ചുകൊണ്ട്, ദ്വേഷസംഖ്യയെ ഇല്ലാതാക്കിക്കൊണ്ട്, നാനാത്ത സന്യയിൽ ശ്രദ്ധിക്കാതെ അനന്ത ആകാശം എന്ന് പറയുന്ന 5ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഈ അനന്ത ആകാശം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരം, മനസ്സ് വികസിക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഇവിടെ അനന്ത ആകാശം എന്ന ധ്യാനമായിട്ട് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു മാരനെ അന്ധനാക്കുന്നത്, അവൻ്റെ ദർശനത്തിൽ നിന്ന് ദൂരെ പോകുന്നത്, അവൻ കാണാത്ത ഇടത്തേക്ക് പോകുന്നത്. അതിനുശേഷം ആ ഭിക്ഷു അനന്ത ആകാശത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വിജ്ഞാനം അനന്തമാണ് എന്ന വിജ്ഞാനഞ്ചായതനം എന്ന ധ്യാനത്തിൽ ആ ഭിക്ഷു വിഹരിക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നാൽ, നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ നമ്മൾക്ക് ചിന്തകളായിട്ട് നമ്മൾ കാണാൻ സാധിക്കില്ല, അതിൻ്റെ തരംഗങ്ങളായിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതായത് ഒരു പ്രാവശ്യം ഞൊടിക്കുന്ന സമയം കൊണ്ട് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് തരംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സമയത്താണ് ശരിക്കും നമ്മൾക്ക് അനിത്യബോധം ഉണ്ടാകുന്നത്. അനിത്യബോധം ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ദുഃഖബോധവും അനാത്മബോധവും ഉണ്ടാകും. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു മാരൻ്റെ കണ്ണുകളെ ബന്ധിപ്പിക്കുന്നത്, മാരൻ്റെ ദൃഷ്ടിക്ക് അപ്പുറത്തേക്ക് പോകുന്നത്. അനന്തവിജ്ഞാനത്തിന് ശേഷം ഒരു ഭിക്ഷു നത്തികിഞ്ചി എന്ന് പറയുന്ന അകിഞ്ചന്യായതന എന്ന ധ്യാനത്തിലെത്തി അവിടെ വിഹരിക്കുന്നു. നത്തികിഞ്ചി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്നാണ് അർത്ഥം. അകിഞ്ചനം, അവിടെ ഒന്നുമില്ല. അതായത് ഈ ധ്യാനത്തിൽ നമ്മൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ നമ്മൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു മാരനെ കൺകെട്ടിയത്, മാരൻ്റെ ദർശനത്തിനപ്പുറത്തേക്ക് പോയത്. അതിനുശേഷം ഒരു ഭിക്ഷു ആ അകിഞ്ചനം എന്ന ആ ധ്യാനത്തിനെ മറികടന്നുകൊണ്ട് നേവസന്യ നാസന്യായതന എന്ന 8ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ നമ്മൾക്ക് സംഖ്യ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല. അത്രയധികം സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാകുക. സംഖ്യ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആ ഭാഗം, അത് കാര്യങ്ങളെ നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ എന്താണ് അത് എന്ന് തിരിച്ചറിയുന്ന ഭാഗത്തെയാണ് സംഖ്യ എന്ന് പറയുന്നത്.
ഇങ്ങനെയാണ് ഒരു ഭിക്ഷു മാരനെ അന്ധനാക്കുന്നത്, മാരൻ്റെ ദർശനത്തിൽ നിന്ന് വെളിയിൽ വരുന്നത്, അവൻ കാണാത്ത ഇടത്തേക്ക് പോകുന്നത്. പുനഃചപരം ഭിക്ഷവേ ഭിക്ഷു സബ്ബസോ നേവസഞ്ജ്ഞാനാസഞ്ജ്ഞായതനം സമതിക്കമ സഞ്ജ്ഞാ വേദീത നിരോധം ഉപസമ്പജ്ജ വിഹരതി പഞ്ഞായ ചസ ദിസ്വ ആസവ പരീക്ഷീണ ഹൊന്തി. അതിനുശേഷം ആ ഭിക്ഷു ആ നേവസഞ്ജ്ഞാനാസഞ്ജ്ഞായതന എന്ന ധ്യാനത്തെ മറികടന്നുകൊണ്ട് സഞ്ജ്ഞാ വേദീത നിരോധ എന്ന അവസ്ഥ പ്രാപിക്കുന്നു. ഈ അവസ്ഥയിൽ നമ്മളുടെ സംഖ്യ, അതായത് നമ്മുടെ മനസ്സിൻ്റെ ആ മൂല്യാങ്കനം ചെയ്യുന്ന ആ സംഖ്യ, അത് ടോട്ടലായിട്ട് ഇല്ലാതാകുന്നു. അതുകൂടാതെ ഈ സമയത്ത് നമ്മൾക്ക് ശരീരത്തിൽ ഒരു സംവേദനയും അനുഭവിക്കാൻ സാധ്യമല്ല. ഈ അവസ്ഥ ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കാം നിലനിൽക്കുക, അല്ലെങ്കിൽ മിനിറ്റുകളായിരിക്കാം, ചിലപ്പോൾ മണിക്കൂറുകൾ വരെ ഈ അവസ്ഥ നിലനിന്നേക്കാം. ഇത് നിർവ്വാണത്തിൻ്റെ അവസ്ഥയല്ല. അതിനുശേഷം ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയം, ആ സമയത്ത് മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പ്രജ്ഞയാൽ നമ്മൾക്ക് വീക്ഷിക്കാൻ സാധിക്കും. എങ്ങനെ ദുഃഖമുണ്ടാകുന്നു, ദുഃഖത്തിൻ്റെ കാരണം, ദുഃഖത്തിൻ്റെ നിരോധം, നിരോധത്തിനുള്ള വഴി, ഇതെല്ലാം നമ്മളുടെ പ്രജ്ഞയാൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പഞ്ഞായ ചസ ദിസ്വ ആസവ പരീക്ഷീണ ഹോന്തി. പ്രജ്ഞയാൽ ആ സത്യത്തെ കണ്ട് അവൻ്റെ ആസവങ്ങൾ പരീക്ഷീണമാകുന്നു. കാമാസവം, ഭവാസവം എല്ലാം തന്നെ പരീക്ഷീണമാകുന്നു. അതായത് അവർക്ക് മുക്തി കിട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു മാരനെ അന്ധനാക്കുന്നത്, അവൻ കാണാത്തിടത്ത് പോകുന്നത്, അവനിൽ നിന്ന് ദൂരെ പോകുന്നത്. അവർക്ക് ഈ ലോകത്തിൽ ഒരിക്കലും ആസക്തി ഉണ്ടാകുകയില്ല. അതിനാൽ അവർ നടക്കുകയും നിൽക്കുകയും ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ മാരൻ്റെ ദർശനത്തിന് അപ്പുറത്താണ്. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. ബുദ്ധൻ പറഞ്ഞ ഈ ഉപദേശത്തിൽ ഭിക്ഷുക്കൾ തൃപ്തരായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ അനുമോദിച്ചു. അങ്ങനെ പാസരാസി സൂത്തം അവസാനിച്ചു. ധ്യാനത്താൽ ആർക്കെങ്കിലും മുക്തി ലഭിക്കില്ല എന്ന് ആരെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂത്രം അവർക്ക് അയച്ചു കൊടുക്കുക. മറ്റൊന്ന്, നേരത്തെ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ധ്യാനവും ഈ ധ്യാനവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് അവരോട് ചോദിച്ചു നോക്കുക. അപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. ഇനി കുറച്ചു നേരം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.